കർത്താവിന്റെ പരിശുദ്ധ നാമം ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇൻ ഗ്രേസ് പ്രയർ ഫെലോഷിപ്പ് എന്ന സൂം പ്ലാറ്റ്ഫോമിൽ ഒരിക്കൽ കൂടി കടന്നു വരുവാൻ സ്വർഗത്തിലെ ദൈവം എന്നെ സഹായിച്ച കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ആമേൻ. കഴിഞ്ഞ മീറ്റിംഗ് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിലുള്ള ഓരോ പേരെയും മുഖം കണ്ടപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്. നമ്മൾ ഒരുമിച്ചായിരുന്നത്, ദൈവത്തെ സ്തുതിച്ചത്, ദൈവം നമുക്ക് വേണ്ടി ഇടപെട്ടതൊക്കെ ഞാൻ ഓർക്കുന്നു. വിശേഷാല് ബിജോയ് പാസ്റ്റർ, റൂബി ആന്റി, നല്ല ഓർമ്മയുണ്ട്. കണ്ടപ്പോ എനിക്കെല്ലാം പെട്ടെന്ന് ഓർമ്മ വന്നു. ഹല്ലേലൂയ. എല്ലാവരുടെയും മുഖം ഞാൻ മറന്നുപോയിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ നിങ്ങളെ ഒരിക്കൽ കൂടി കണ്ടപ്പോ എല്ലാവരുടെയും മുഖം ഓർമ്മ വന്നു. എല്ലാവരോടും സംസാരിച്ചത് ഓർമ്മ വന്നു. കർത്താവ് നമ്മെ അന്ന് വളരെ ശക്തമായി ദൈവാത്മാവ് നമ്മോട് കൂടെ അന്ന് രാത്രിയിൽ നമ്മുടെ നടുവിൽ നമ്മെ ശക്തീകരിച്ചല്ലോ, ബലപ്പെടുത്തിയല്ലോ. ഇന്ന് രാത്രിയിലും നിങ്ങളുടെ നടുവിൽ എനിക്ക് വരാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതോടൊപ്പം ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ബഹുമാനീയ കർത്തൃദാസി, ഞാൻ അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ ഞങ്ങൾ കടന്നു പോകുന്ന പ്രതിസന്ധികളെ കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാം. നിങ്ങൾ ഗ്രൂപ്പായി പ്രാർത്ഥിക്കാറുണ്ട് എന്ന് എനിക്ക് നന്നായി അറിയാം. ഇടയ്ക്കൊക്കെ ചില മെസ്സേജുകൾ വരുമ്പോ ആമേൻ, മരുഭൂമിയിലോട്ട് ആമേൻ സ്തോത്രം, നല്ല ഐസ് വാട്ടർ കൊണ്ട് ഒഴിക്കുന്ന സുഖം കിട്ടുന്ന ആമേൻ ചില വാക്കുകൾ ഇടയ്ക്ക് വരാറുണ്ട്. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധ കരം അവൻ ഇന്ന് രാത്രിയിൽ നമ്മെ സഹായിക്കും. വിശേഷാല് അവൻ ഇനി എനിക്ക് തോന്നുന്നു തൊട്ടടുത്ത ദിവസങ്ങളിൽ 7 ദിവസം ഉപവാസ പ്രാർത്ഥനയാണ്. ഞാൻ അതിന്റെ പോസ്റ്റർ സ്റ്റാറ്റസിൽ കണ്ടിരുന്നു. അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസന്മാർ, ദാസിമാർ തുടർന്നുള്ള 7 ദിവസങ്ങളിൽ നമ്മെ ശുശ്രൂഷിക്കുന്നു. കർത്താവ് സഹായിക്കുവാൻ ഇടയായി തീരട്ടെ. സമയമുണ്ടെങ്കിൽ ഞാനും ഇടയ്ക്ക് മീറ്റിങ്ങുകളിൽ കയറുവാൻ പരമാവധി ശ്രമിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഒരു മീറ്റിംഗ് ദൈവം നമുക്ക് ഒരുക്കി തന്നതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ഇന്ന് രാത്രിയിലെ നമുക്ക് പ്രാർത്ഥിച്ചു തുടങ്ങാം. ആ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ പരിശുദ്ധകരം നമുക്ക് അനുകൂലമായി ചലിക്കും. ആമേൻ, ആമേൻ. നമുക്ക് വേണ്ടി ദൈവം വൻ കാര്യങ്ങൾ ചെയ്യുന്ന ദിവസങ്ങളായിരിക്കും ആ 7 ദിവസം. ഇന്ന് രാത്രി ഒരു വലിയ വിശ്വാസം, വലിയ ഉറപ്പ്, വലിയ പ്രത്യാശ എന്നെ കേൾക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് പകരുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാ. ഈ 7 ദിവസത്തിന്റെ അകത്ത് ആമേൻ അഴിയാത്ത പല കെട്ടുകളും ദൈവത്തിന്റെ പരിശുദ്ധ റൂഹ നിങ്ങൾക്ക് വേണ്ടി അഴിച്ചു തരും. തകരാത്ത പല കോട്ടകളും ഈ ദിവസങ്ങളിൽ ദൈവാത്മാവ് നിങ്ങൾക്ക് മുൻപിൽ തകർന്നു വീഴുമാറാക്കും. മാറാത്ത ചില പ്രതിസന്ധികൾ ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വേണ്ടി നീക്കിത്തരും. ആരെനിക്കായി ഈ കല്ലുരുട്ടി മാറ്റുമെന്ന് ഉള്ളത്തിൽ ഭാരപ്പെട്ട് നടന്ന ആമേൻ ആ സഹോദരിക്ക് വേണ്ടി വെളുപ്പിന് ആ ഭാരമുള്ള വലിയൊരു കല്ല് ഉരുട്ടി മാറ്റിയിട്ട കല്ലിന് മീതെ കയറി നിന്ന് ആ സ്ത്രീയെ, ആ ദൈവ മകളെ കാത്തിരുന്ന ദൈവദൂതന്റെ പോലെ ഒരു ഇടപെടൽ ഇതിനകത്ത് ചില ദൈവ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ വെളിപ്പെട്ടു വരുമെന്ന് ആമേൻ. ഇതിൽ എത്ര പേർ വിശ്വസിക്കുന്നു? ആമേൻ. ഉള്ളത്തിൽ വലിയ ഭാര കാര്യം അവൻ കർത്താവിനെ പൊതിയാനുള്ള സുഗന്ധവ്യഞ്ജനങ്ങളും അങ്ങനെയൊക്കെ എടുത്ത് കൈപിടിച്ചിട്ടുണ്ട്. യെസ്, അതിരാവിലെ എല്ലാം ഒരുങ്ങിയാ നിൽക്കണേ, എല്ലാം ഒരുക്കമുണ്ട്, എല്ലാ തയ്യാറെടുപ്പും കഴിഞ്ഞു, അതിരാവിലെ പോവുക. പക്ഷെ ഉള്ളിൽ അകത്തളത്തിൽ ഒരു ചിന്താഭാരമുണ്ട്. എനിക്ക് യേശുവെങ്കിലേക്ക് കയറി ചെല്ലുവാൻ കഴിയാത്ത വിധം, യേശുവിനെ ശുശ്രൂഷിപ്പാൻ, അല്ലെങ്കിൽ ആ ഭൗതിക ശരീരത്തെ സുഗന്ധം പൂശുവാൻ തക്കവണ്ണം എന്നെയും എന്റെ കർത്താവിനെയും തമ്മിൽ അകറ്റിയിരിക്കുന്ന വലിയൊരു പാറക്കല്ല്, വലിയൊരു കല്ല് പോലെ ഒരു വിഷയം അവൻ ഇന്ന് രാത്രിയിലും എന്റെ ഉള്ളിലിരിക്കുമ്പോ, പക്ഷേ തക്ക സമയത്ത് ആ കല്ലവിടെ കാണുകയില്ല കേട്ടോ. ഇന്ന് രാത്രി ഞാൻ പറയുക ആമേൻ സ്തോത്രം. അസാധാരണമായ ദൈവത്തിന്റെ ചലനങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടും. അവൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിവുകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത നന്മകൾ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വിടുതലുകൾ ഈ പ്ലാറ്റ്ഫോമിനകത്ത് പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന് ദൈവാത്മാവിൽ ഞാൻ ആലോചന പറയുക. ജീസസ്.
റീബലവൗഡം ധരാഗമനന്ധര. വിശ്വസിക്കുന്ന നീ ദൈവത്തിന്റെ മഹത്വം 7 ദിവസങ്ങളിൽ പ്രാപിപ്പാനിടയായി തീരും. ഇത് വെറുതെ ഒരു ആവേശത്തിന് പറയുകയല്ല കേട്ടോ. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നടത്തുന്ന വിധങ്ങൾക്കായി, ദൈവം എന്നെ പരിപാലിക്കുന്ന വിധങ്ങൾക്കകത്തു നിന്ന്, ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് ദൈവശക്തി ചെയ്യുന്ന അസാധാരണമായ വിടുതലുകൾക്കകത്ത് നിന്നുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ആ ദൈവിക അഭിഷേകത്തിൽ ഈ പ്ലാറ്റ്ഫോമിലേക്ക് കൈമാറുകയാ. അവൻ തളർന്നു കിടക്കുന്നത് ചാടി എഴുന്നേൽക്കുന്നത് പോലെ ദൈവത്തിന്റെ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരും. ഒരു സാധ്യതയുമില്ലെന്ന് ലോകം മുഴുവൻ പറഞ്ഞ വിഷയത്തിന്റെ അകത്തും ഈ ദിവസങ്ങൾക്കകത്ത് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ഒറ്റ ഇൻവെസ്റ്റ്മെന്റേ ഉള്ളൂ, ഒറ്റ മുടക്ക്, ഒറ്റ എഫർട്ട്. വിശ്വസിക്കാൻ തയ്യാറാകണം. വേറൊന്നും വേണ്ടെന്നേ, വേറൊന്നും വേണ്ട. ഇന്ന് രാത്രി ഒന്ന് വിശ്വസിച്ചേ, ഉള്ളുകൊണ്ടൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവമേ, ഇനിയുള്ള ദിവസങ്ങളിൽ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിന്റെ വീര്യം പ്രവർത്തിക്കുന്ന വലങ്കരത്തിന്റെ പ്രവർത്തികൾ, ദൈവത്തിന്റെ മഹത്വം ഞങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി വെളിപ്പെടുന്നത് എന്റെ കണ്ടുകൊണ്ട് കാണാനുള്ള മഹാഭാഗ്യം ഈ ദിവസങ്ങളിൽ എന്റെ ദൈവം ഒരുക്കിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഉറപ്പോടെ ശക്തിയോടെ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ. ആ വിശ്വാസം അതിരത്താൽ ഏറ്റു പറഞ്ഞാട്ടെ. അത് സംഭവിക്കുക തന്നെ ചെയ്യും. യെസ് ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് വലിയൊരു ഉറപ്പ് ഇന്ന് രാത്രി തന്നതുകൊണ്ടാ നാളെ മുതൽ തുടങ്ങാനിരിക്കുന്ന ഒരു മീറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. ഇന്ന് രാത്രി ഈ സെക്കൻഡ് മുതൽ നിങ്ങളുടെ വിടുതലിന്റെ സമയം സ്റ്റാർട്ട് ചെയ്തിരിക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്റെ സമയം എപ്പോ വരും? എന്റെ വിടുതൽ എപ്പോൾ വരും? എന്റെ ആശ്വാസം എപ്പോ വരും? എന്റെ നന്മ എപ്പോ വരും? എന്റെ വാഗ്ദത്തം എപ്പോ വരും? എന്നോടുള്ള അരുളപ്പാടുകൾ എപ്പോൾ വരുമെന്ന് നീ ചിന്തിച്ചിരിക്കുന്നതിന്റെ അകത്ത് ഇന്ന് രാത്രി ദൈവാത്മാവ് എന്നോട് ശക്തമായിട്ട് ഇടപെടുന്നു. ഈ ദിവസത്തിന്റെ അകത്ത്, ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവത്തിന്റെ കരം ചലിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞു. സ്വർഗം ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞു. സ്വർഗം ചില പ്രവർത്തികൾ ചെയ്തു കഴിഞ്ഞു. സ്വർഗത്തിന്റെ ചലനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി പ്രവർത്തിക്കുവാൻ ആരംഭിച്ചു കഴിഞ്ഞെന്ന്. ആമേൻ. ഉറപ്പുള്ളവർ മാത്രം ആ കരങ്ങളെ ഉയർത്തുരാമേൻ പറഞ്ഞേ. നമ്മുടെ നടുവിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ആ ദൈവത്തിന്റെ മഹത്വം, ആ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി നിന്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കാണട്ടെ. ഹല്ലേലൂയ. നീ കരമുയർത്തുന്നത് യേശു കാണുന്നുണ്ട്. നീ കരമുയർത്തുന്നത് നിന്റെ സ്വർഗത്തിലെ അപ്പൻ കാണുന്നുണ്ട്. നിന്റെ ഉള്ളിലെ ആശ ആമേൻ ദൈവം കാണുന്നുണ്ട്. ഈ ദിവസങ്ങൾക്കകത്ത് ആമേൻ സ്തോത്രം, ദൈവത്തിന്റെ ഒരു വിടുതൽ എന്റെ ജീവിതത്തിൽ, എന്റെ കൂടാരത്തിൽ, എന്റെ തലമുറയിൽ, എന്റെ വിഷയത്തിന്റെ അകത്ത് എനിക്കൊരു വിടുതൽ അയക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു എന്ന് ഉറപ്പോടെ പറയാൻ ഒരു പ്രാഗൽഭ്യം ഇന്ന് രാത്രി ദൈവാത്മാവ് നിനക്ക് തരുന്നുവെങ്കിൽ നിന്റെ വിടുതൽ ചലിച്ചു തുടങ്ങി, നിന്റെ വാഗ്ദത്തങ്ങൾ ചലിച്ചു തുടങ്ങി, നിന്റെ നന്മകൾ ചലിച്ചു തുടങ്ങി, നിന്റെ അനുഗ്രഹങ്ങൾ പുറപ്പെട്ടു തുടങ്ങി. സ്തോത്രം. ഇന്ന് രാത്രി സ്വർഗത്തെ നമ്മൾ വിശ്വാസത്തോടെ തൊടുന്ന രാത്രിയായി തീരട്ടെ. സ്വർഗത്തിലെ ദൈവത്തെ വിശ്വാസത്തോടെ തൊടുന്ന രാത്രിയാകട്ടെ. ഇന്ന് രാത്രിയിൽ നമ്മുടെ അരുമനാഥൻ എഴുന്നേറ്റ് അവൻ ഇങ്ങനൊരു വാക്ക് പറയുന്നത് ആത്മാവിൽ ഒന്ന് കണ്ടേ. ആരാണ് എന്നെ തൊട്ടത്? എന്നിൽ നിന്ന് ശക്തി വ്യാപരിച്ചു. ജീസസ്. ഇന്ന് രാത്രി നിന്റെ വിശ്വാസം കണ്ട്, ദൈവത്തിലുള്ള നിന്റെ ആശ്രയം കണ്ട്, ദൈവത്തിലുള്ള നിന്റെ ഉറപ്പ് കണ്ട് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം ആമേൻ ഉയർന്നു വരിക. ആരാണ് എന്നെ വിശ്വാസത്തോടെ തൊട്ടത്? എന്നിൽ നിന്നും ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി ആ ശക്തി നിന്റെ വിഷയത്തോട് ഇടപെടുവാൻ ഇന്ന് രാത്രി അത് ഇറങ്ങി ചലിക്കുന്ന രാത്രിയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. എനിക്കിത് ഉപവാസ പ്രാർത്ഥനയുടെ ആദ്യത്തെ ദിവസം തോന്നുന്നു കേട്ടോ. എന്നതായാലും ഒരു ദൈവദിനം വായിക്കാം. ആമേൻ. നമ്മുടെ ഇന്നത്തെ രാത്രിയിലെ ചിന്തയ്ക്കായി
ഇന്ന് രാത്രി വ്യക്തിപരമായ ഒരു നിയോഗത്തിലല്ല, ദൈവവചനത്തിന്റെ ചില ചിന്തകൾ വളരെ വേഗത്തിൽ, ഒരുപാട് ചിന്തകൾ ഇന്ന് രാത്രി പറയുവാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ശരണപ്പെടുകയാണ്. വളരെ വിശാലമായിട്ട് നീട്ടിപ്പരത്തിയൊന്നും പറയല്ല, കമ്പിവാചകങ്ങൾ പോലെ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് ചില കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞു പോകും. നോട്ട് ചെയ്ത് വെക്കുക, വചനഭാഗങ്ങൾ ഓർത്തു വെക്കുക, പ്രാർത്ഥിക്കുക, ധ്യാനിക്കുക, വിടുതലുകളെ ഏറ്റെടുക്കുക. ആമേൻ. ദൈവം നമ്മെ ഒരുമിച്ച് സഹായിക്കട്ടെ. പത്രോസ് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം ഒരാൾ ശബ്ദമുയർത്തി വായിച്ച് സഹായിക്കാമോ? 1 പത്രോസ് 5:8. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലയുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങുന്നു എന്ന് തിരഞ്ഞു ചുറ്റി പോകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ആകാശത്തിനും ഭൂമിക്കും നാഥനെ, ഈ നല്ല രാത്രിയിൽ അവിടുത്തെ പരിശുദ്ധ വചനവുമായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ സന്നിധിയിലേക്ക് അടുത്തു വരികയാ. ഇന്ന് രാത്രി മാനുഷിക ശബ്ദമല്ല, മാനുഷിക ആലോചനയല്ല, മാനുഷിക ചിന്തയല്ല, സ്വർഗത്തിന്റെ സ്വരം ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. എല്ലാം ദൈവാത്മാവ് നിയന്ത്രിക്കട്ടെ. ആദിയോട് അന്ത്യം കർത്താവിന്റെ വലിയ സാന്നിധ്യം ഞങ്ങളോടുകൂടി ഇരിക്കട്ടെ. ഇന്ന് രാത്രി വചനം അനുവദിക്കുന്ന എല്ലാ വിടുതലുകളും യേശുവിൻ നാമത്തിൽ ഞങ്ങളിൽ വെളിപ്പെടട്ടെ. ആമേൻ. ഞാൻ ഇന്ന് വായിച്ച വചനം, സ്തോത്രം. നിർമ്മതരായിരിപ്പീൻ, ഉണർന്നിരിപ്പീൻ. നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞ് ചുറ്റി നടക്കുന്നു. ഇന്ന് രാത്രി ആമേൻ, ഹല്ലേലൂയ. ഈ നല്ല അനുഗ്രഹപ്പെട്ട രാത്രിയിൽ ഈ ദൈവവചനം വായിച്ചതിന് പിന്നിലെ ഉദ്ദേശം നിങ്ങളെ ഭയപ്പെടുത്തുകയോ നിങ്ങളെ ഭീതിയിലാക്കുകയോ നിങ്ങളെ പ്രയാസത്തിലാക്കുകയോ ചെയ്യുന്ന ഒരു കാര്യവുമായിട്ടല്ല ഇന്ന് രാത്രി ഞാൻ വന്നിരിക്കുന്നത്. നെഗറ്റീവായതൊന്നും ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, പ്രതിയോഗിയായ പിശാച് നിനക്കും നിന്റെ കൂടാരത്തിനും നിന്റെ ശുശ്രൂഷകൾക്കും നിന്റെ നന്മകൾക്കും നിന്റെ എല്ലാ നേട്ടത്തിനും വിരോധമായി ദൃഷ്ടി വെച്ച് നിന്നെ ബുദ്ധിമുട്ടിച്ച, നിന്നെ ക്ലേശിപ്പിച്ച, നിന്നെ ശൂന്യമാക്കിയ സകല മേഖലയ്ക്കകത്തു നിന്നും ഇന്ന് രാത്രി നീ പുറത്തു വരും. ആമേൻ. ഇന്ന് രാത്രി നീ പുറത്തു വരും. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തിയാൽ തന്നെ ഇന്ന് രാത്രി ദൈവം നിന്നെ പുറത്തെടുക്കും. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. കരങ്ങളെ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് രാത്രി ദൈവം സംസാരിക്കട്ടെ. 2 പദങ്ങൾ. 1 നിർമ്മതരായിരിപ്പീൻ, 2 ഉണർന്നിരിപ്പീൻ. ഈ നിർമ്മതരായിരിപ്പീൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ആമേൻ, നമ്മുടെ വികാരങ്ങൾക്കനുസരിച്ച് നമ്മൾ ജീവിക്കരുത് എന്നതിന്റെ അർത്ഥം. ഈ മതം എന്ന് പറയുന്നത് വികാരമാണ്. അപ്പോ നിർമ്മതം എന്ന് പറയുമ്പോ വികാരത്തിനടിമപ്പെട്ട് പ്രവർത്തിക്കുകയോ സംസാരിക്കുകയോ ജീവിക്കുകയോ ചെയ്യരുതെന്ന് അപ്പസ്തോലിക ഉപദേശം ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. എന്താണ്? നാം വികാരങ്ങൾക്കനുസരിച്ചല്ല, ആമേൻ, ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗങ്ങൾക്കനുസരിച്ചാ ജീവിക്കണ്ടേ. ഞാൻ ഒരിക്കൽ കൂടി പറയാം. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് നമ്മിൽ ഉണ്ടാകുന്ന വികാര തള്ളിച്ച കൊണ്ട് ഒരു കാര്യവും പറയുകയോ പ്രവർത്തിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിപ്പാൻ ഇന്ന് രാത്രി പരിശുദ്ധ റൂഹ ഇതിനകത്ത് ചിലരെ പ്രബോധിപ്പിക്കുകയാ. ആമേൻ, ഹല്ലേലൂയ. എന്താ കുഴപ്പം? വികാരത്തിന് കീഴടങ്ങിയാൽ അവിവേകം സംസാരിക്കുകയും അവിവേകം പ്രവർത്തിക്കുകയും ചെയ്യും. ആമേൻ. നാം അറിയാതെ അവിവേകം സംസാരിക്കും, നാം അറിയാതെ അവിവേകം പ്രവർത്തിക്കും. ഇന്ന് രാത്രി യാതൊരുവിധ വിചാരങ്ങളും നിന്റെ ആത്മീയ ഭൗതിക ജീവിതത്തെ നിയന്ത്രിപ്പാൻ ഇടയാകരുത്. ആമേൻ. പഴയ നിയമത്തിന്റെ മധ്യസ്ഥൻ, ന്യായപ്രമാണത്തിന്റെ മധ്യസ്ഥൻ, ആമേൻ, കർത്താവ് പേരെടുത്തു പറഞ്ഞ് ആമേൻ, മോശയെ പോലൊരുത്തൻ ഇനിയൊട്ട് വരത്തില്ല എന്ന് സാക്ഷ്യം പറഞ്ഞവൻ, ലോകത്തിൽ ഏറ്റവും സൗമ്യതയുള്ളവനെന്ന് ദൈവവചനത്തിൽ എഴുതപ്പെട്ടവൻ, ആമേൻ, അവന്റെ ചുറ്റും കൂടിയിരുന്ന വ്യക്തികളുടെ പിറുപിറുപ്പും അവരുടെ അവിശ്വാസവും അവരുണ്ടാക്കിയ ടെൻഷനും നിമിത്തം അവിവേകം സംസാരിച്ചു, അവിവേകം പ്രവർത്തിച്ചു. ദൈവം അരുളി ചെയ്തത് കൃത്യമായി ക്യാച്ച് ചെയ്യാൻ അവന് പറ്റിയില്ല. അവന്റെ എക്സ്പീരിയൻസിൽ
മുമ്പെങ്ങാണ്ട് പറഞ്ഞായിരുന്നു വെള്ളത്തിന് മുട്ട് വന്നപ്പോ പാറയിലൊന്ന് അടിക്കടാന്ന്. ആമേൻ. ദൈവിക നടത്തിപ്പുകൾ മാറിപ്പോയി, സീസൺ മാറിപ്പോയി, ദൈവിക ഇടപാടുകൾ മാറിപ്പോയി. ദൈവം ദൃശ്യമണ്ഡലത്തിൽ തന്റെ ജനത്തിനോട് ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ അത് തിരിച്ചറിയാൻ കഴിയാത്ത വിധം, ദൈവസ്വരം കേട്ടിട്ട് അത് ഗ്രഹിപ്പാൻ കഴിയാത്ത വിധം വികാരങ്ങൾ അവനെ തോൽപ്പിച്ചു കളഞ്ഞു. അവന്റെ മോശയുടെ കുറ്റമാണോ? മോശ എന്തേലും തെറ്റ് ചെയ്തോ? മോശ എന്തേലും പാപം ചെയ്തോ? മോശ എന്തെങ്കിലും ചെയ്തോ? അല്ല, മോശയുടെ കൂടെയുള്ളവർ മോശയെ തെറ്റിച്ചു കളഞ്ഞു. ഇന്ന് രാത്രി നിനക്ക് ചുറ്റും ആകാശം ഇടിഞ്ഞു വീണാലും അതിന് നടുവിലും ദൈവസ്വരത്തിന്റെ അകത്ത് ഉറച്ചു നിൽപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുക. നിനക്കെതിരെ സുനാമി വന്നാലും, നിനക്കെതിരെ ഭൂമികുലുക്കം വന്നാലും, നിനക്കെതിരെ കൊടുങ്കാറ്റ് വന്നാലും, നിനക്കെതിരെ ഒരു സൈന്യം പാളയം ഇറങ്ങിയാലും, നീ ശാന്തമായി നിന്നാൽ, നീ സ്വസ്ഥതയോടെ നിന്നാൽ, നീ സമാധാനത്തോടെ നിന്നാൽ, ജയം നിന്റെയാ, ജയം നിന്റെയാ. ഇന്ന് രാത്രി പരിശുദ്ധ റൂഹ അവൻ വ്യക്തികളോട് ഇടപെടുക. ഇന്ന് വരെ നിന്നെ പരാജയപ്പെടുത്തിയത്, ഇന്ന് വരെ നിന്നെ പരാജയപ്പെടുത്തിയത്, നിന്റെ ആത്മീയ ജീവിതത്തെ, നിന്റെ ആത്മീയ ശുശ്രൂഷകളെ നിന്നെ വല്ലാതെ കോപിപ്പിച്ച്, നിന്നെ വല്ലാതെ നിരാശപ്പെടുത്തി, നിന്നെ വല്ലാതെ ടെൻഷൻ കയറ്റി, ആമേൻ ചില തീരുമാനങ്ങൾ, ചില വാക്കുകൾ ദേഷ്യം കൊണ്ടും നിരാശ കൊണ്ടും പറഞ്ഞതും ചെയ്തതുമെല്ലാം നിന്റെ ജീവിതത്തിൽ വലിയ തകർച്ചയ്ക്ക് കാരണമായെങ്കിൽ ഇന്ന് രാത്രി ദൈവം നിനക്ക് ഉറപ്പ് തരിക. തോറ്റതൊക്കെ തോറ്റു, ഇനി തോക്കാൻ നിന്നെ നിന്റെ ദൈവം അനുവദിക്കത്തില്ല എന്ന് അവൻ വ്യക്തമായ ആലോചന പറയുക. യെസ്, പിടിച്ചോ, ഇനി തോക്കേല. വ്യക്തിപരമായി സംസാരിക്കാൻ നിന്ന പറ്റത്തില്ല. ഞാൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ ദൈവത്തിന്റെ ആത്മാവിൽ ഇങ്ങനെ ഉറച്ചിരിക്കുക. അച്ഛാ, നിങ്ങളോട് തന്നെയാ, ഉറപ്പിച്ചോ, ഇനി നിങ്ങൾ തോക്കുകയല്ല. ആമേൻ. രണ്ടാമത്തത്, ഉണർന്നിരിപ്പീൻ. ഹല്ലേലൂയ. ഉണർന്നിരിപ്പീൻ. ഇവിടെ ആ വിഷയം. നമുക്ക് ഉണർന്നിരിക്കാൻ കഴിയില്ല. നമ്മളെ ശരീരം എന്താണ്? നമ്മുടെ ജഡം ബലഹീന, നമ്മുടെ കണ്ണുകൾക്ക് ഭാരമുണ്ട്. ഇത് നമ്മളൊന്ന് അംഗീകരിക്കണേ. ഇന്ന് രാത്രി ഞാനും നിങ്ങളും ഒരുമിച്ച് അംഗീകരിക്കേണ്ട ഒരു സത്യമുണ്ട്. നമ്മുടെ ജഡം ബലഹീന, ആത്മാവ് പവർഫുള്ളാ, ആത്മാവ് ശക്ത, ആത്മാവ് നമ്മളെ എന്തിനും റെഡിയാ. പക്ഷെ അതിനൊത്ത് നമ്മുടെ ശരീരം വഴങ്ങി കിട്ടുന്നില്ല പലപ്പോഴും. ഉണർന്നിരിപ്പാൻ തക്കവണ്ണം നമ്മുടെ കണ്ണിന്മേൽ വെളിപ്പെടുന്ന ഭാരവും ക്ഷീണവും പലപ്പോഴും നമ്മെ സമ്മതിക്കുന്നില്ലെങ്കിൽ ഇന്ന് രാവിലെ ഭാരപ്പെടണ്ട. അതും ജഡത്തിന്റെ സ്വഭാവ, അത് ജഡത്തിന്റെ ഒരു സ്വഭാവ. പക്ഷെ ആ ജഡത്തിന്റെ സ്വഭാവത്തെ ആത്മാവിനാൽ നിഹനിപ്പാൻ ഇന്ന് രാത്രി നിനക്ക് കഴിവുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ എത്ര പേരത് ഏറ്റെടുക്കും? ഒന്നേ, ഷുഗറാ, പ്രഷറാ, കൊളസ്ട്രോളാ, ഇല്ലാത്ത ദീന് എല്ലാം ഉണ്ട് നിന്റെ ശരീരത്ത്. ആമേൻ. ഒരു കൈ ഗുളികയാ നീ തിന്നണേ. പക്ഷെ ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം. നീ ആത്മാവിൽ ബലത്തോടെ ചില കാര്യങ്ങൾക്ക് മുട്ടുമടക്കാൻ തയ്യാറായാൽ നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി ദൈവം ആലോചന പറയുക. നീ ഭയപ്പെടല്ലേ. നീ നിന്റെ ജഡത്തെ ഭയപ്പെടല്ലേ. നീ നിന്റെ ശരീരത്തിന്റെ താഴ്ചകളെ ഭയപ്പെടല്ലേ. നീ നിന്റെ ശരീരത്തിന്റെ ദൗർബല്യങ്ങളെ, ബലഹീനതകളെ ഭയപ്പെടല്ലെന്നേ. ഭയപ്പെടാതിരുന്നാൽ നീ ഒരു മഹത്താകും. പ്രൈസ് ദി ലോർഡ്. ശരീരത്തിന്റെ ബലഹീനതകളിലും ഞാൻ പ്രശംസിക്കുന്നു. ഞാൻ പ്രശംസിക്കുകയാണെങ്കിൽ എനിക്കുണ്ടായ നേട്ടങ്ങളിലൊന്നുമല്ല, ഞാൻ എൻ്റെ ബലഹീനതയിൽ പ്രശംസിക്കുമെന്ന് പറഞ്ഞ ഒരു അപ്പസ്തോലൻ നമുക്കുണ്ട്. ഇന്ന് രാത്രിയിൽ നിന്റെ ബലഹീനതകളിൽ, നിന്റെ ശരീരത്തിന്റെ ബലഹീനതകളിൽ പ്രശംസിപ്പാൻ തയ്യാറാകുക. ഈ ബലഹീനമുള്ള ശരീരം കൊണ്ട് ആമേൻ ബലവാന്മാർ, അഭ്യാസികൾ, യോദ്ധാക്കൾ ചെയ്യാത്തത് നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവശക്തി ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. അതിനൊരു ഉദാഹരണം പറഞ്ഞിട്ട് പോവാം. ആമേൻ. ഈ മൂന്ന് ഞാൻ ഇവിടെ പറഞ്ഞാണോന്ന് അറിയില്ല, അത് ഞാൻ പലപ്പോഴും പലയിടത്തും പറയുന്ന ഒരു കാര്യമാണ്. റിപ്പീറ്റേഷൻ ആണെങ്കിൽ ക്ഷമിക്കുക. ആമേൻ. ഈ മൂന്ന് മിഷണറി യാത്ര, ഈ മൂന്ന് കപ്പൽ യാത്ര നടത്താൻ നമ്മളാ തെരഞ്ഞെടുത്തെങ്കിൽ പൗലോസിനെ തെരഞ്ഞെടുക്കുവോ?
പത്രോസിനെയോ യോഹന്നാനെയോ അന്ത്രയോസിനെയോ കടലിൽ എക്സ്പീരിയൻസ് ഉള്ളവരെയല്ലേ നമ്മൾ തെരഞ്ഞെടുക്കുകയുള്ളൂ. പക്ഷെ കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് നോക്കിയേ. ആമേൻ. കപ്പൽ സ്വന്തമായിട്ട് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കപ്പൽ സ്വന്തമായിട്ടുള്ളവരൊന്നും കപ്പൽ ഓടിച്ച ചരിത്രമൊന്നുമില്ല. ഇല്ല, കപ്പൽ യാത്ര ചെയ്യണമെന്ന് നിർബന്ധമില്ല. ആ കാലഘട്ടം അങ്ങനെയായിരുന്നു. ആമേൻ. ആ മനുഷ്യൻ 3 മിഷണറി യാത്ര നടത്തുക മാത്രമല്ല, ഈ കപ്പല് തകർന്നിട്ട് ഈ തടിക്കഷണത്തിൽ ഒരു കൈ കൊണ്ട് ചുറ്റിപ്പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നീന്തി ആ ദൈവ മനുഷ്യൻ മെലീത്ത ദ്വീപിൽ ചെന്ന് കയറി. ഞാൻ ഇച്ചിരി കൂടെ ഒരു സന്തോഷം പ്രതീക്ഷിച്ചു. അയ്യോ, 3 പ്രാവശ്യം പുള്ളി മുട്ടുകുത്തി കമന്ന് വീണ് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്റെ ഈ സാത്താന്റെ ശൂലം, എന്റെ ശരീരത്തെ ഈ പീഡ, എന്റെ ഈ ബലഹീനത, ആമേ സ്വതന്ത്ര ആളുകൾ പരിഹസിക്കുന്ന നിലവാരത്തിൽ എനിക്ക് ശരീരത്തിലുള്ള ഈ അരിഷ്ടതയൊന്ന് മാറ്റണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് മാറ്റിയില്ല. ഹല്ലേലൂയ. സകലരും പൗലോസിന്റെ അപ്പസ്തോലികത്തെ ചോദ്യം ചെയ്തത് അവന്റെ ശരീരം ദുർബലമായതുകൊണ്ടാ, അവന്റെ അനാരോഗ്യം കൊണ്ടാ, അവന്റെ ശരീരത്തിന്റെ ആ അവസ്ഥ കൊണ്ടാണ് അവനെതിരെ അവൻ അപ്പസ്തോലൻ അല്ലെന്ന് വരെ പറയാൻ ആളുകളേക്ക് ധൈര്യം കൊടുത്തത്. പക്ഷെ ഇന്ന് രാത്രി ഒന്ന് ഓർത്തേ, ആമേ സ്തോത്രം, അതുപോലെ ദുർബലനായ മനുഷ്യൻ, കരേക്കോടെ നടക്കാൻ പോലും ആവതില്ലാത്ത മനുഷ്യൻ, എത്ര പ്രാവശ്യം കോലിലാൻ അടികൊണ്ടു, എത്ര പ്രാവശ്യം കല്ലേറ് കൊണ്ടു, എത്ര പ്രതിസന്ധിക്കകത്ത് കടന്നുപോയി. ഓ, ഇന്ന് രാത്രിയിൽ ആമേൻ സ്തോത്രം ആ പലകയിൽ ചുറ്റിപ്പിടിച്ചേച്ച് ഒറ്റക്കൈക്ക് നീന്തി മെലീറ്റ ദ്വീപിൽ കയറി എന്ന് പറഞ്ഞാൽ എന്നിലും നിന്നിലും വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പത്തിന്റെ പ്രകടനം നീ തിരിച്ചറിയണം. സെൽഫ് പെർഫോമൻസ് അല്ല മിനിസ്ട്രി. സെൽഫ് പെർഫോമൻസ് കൊണ്ട് മിനിസ്ട്രി നല്ല സുന്ദരമായിട്ട് ചെയ്യാം. പക്ഷെ സെൽഫ് പെർഫോമൻസ് കൊണ്ട്, അല്ലെങ്കിൽ സ്വന്തം പെർഫോമൻസ് അല്ല മിനിസ്ട്രി. ആമേ സ്തോത്രം. നമ്മിൽ വസിക്കുന്ന ദൈവശക്തി നമ്മുടെ ജഡത്തിലെ മനുഷ്യനെ ഒതുക്കിയിട്ട് നമ്മുടെ ആത്മ മനുഷ്യനെ പുറത്തു കൊണ്ടുവന്ന് ആ ദൈവശക്തി ദൈവഹിത പ്രകാരം ഈ ഭൂമിയിൽ ചലിക്കുന്നതിന്റെ പേരാണ് ആത്മാവിന്റെ തേജസ്സേറിയ ശുശ്രൂഷ. ഇന്ന് രാത്രി ആമേൻ ഈ ദിവസങ്ങളിൽ അത് ഇതിനകത്ത് ചില വ്യക്തികളിലേക്ക് കൈമാറും. ആമേൻ സ്തോത്രം. ബീനാൻഡി, ആമേൻ ഇന്ന് രാത്രി ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. പല ചില പെർഫോമൻസുകാരുടെ മുൻപിൽ ആമേൻ സ്തോത്രം ഒതുക്കപ്പെട്ടു പോയ ചില സാഹചര്യങ്ങൾ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് കാണുക. ആമേൻ. എല്ലാരെയും പോലെ ആമേൻ സ്തോത്രം പെർഫോം ചെയ്യാൻ അറിയാത്തത് കൊണ്ട്, ഷോ കാണിക്കാൻ അറിയാൻ മേലാത്തത് കൊണ്ട് ഒതുക്കപ്പെട്ടു പോയ ചില മേഖലയ്ക്കകത്ത് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ ജഡത്തിൽ നീ ആശ്രയിക്കേണ്ട, നിന്റെ ബുദ്ധിയിൽ നീ ആശ്രയിക്കേണ്ട, നിന്റെ കഴിവിൽ നീ ആശ്രയിക്കേണ്ട. നിന്റെ അകത്ത് പകരപ്പെട്ട അത്യന്തപരമായ ദൈവശക്തിയുടെ വ്യാപാരം നിന്റെ ജഡമനുഷ്യന്റെ ബലഹീനതകളെ, താഴ്ചകളെ പൊട്ടിച്ചുകൊണ്ട് അത് പുറത്തു വരും. ഈ ദിവസങ്ങളിൽ അത് പുറത്തു വരും. അത് പുറത്തു വന്നാൽ നീ ചെയ്യുന്നതൊക്കെയും വലിയ വിടുതലിന്റെ ശുശ്രൂഷകളായിരിക്കുമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക. യേശുവിന്റെ രക്തത്താൽ ജയം വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉണർന്നിരിപ്പീൻ, ഉണർന്നിരിക്കുക. ഒന്നാമത്തേത്, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരിക്കണം. ഞാനത് വേഗത്തിൽ പറഞ്ഞു പോവാം. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 26-ാം അധ്യായം 41-ാമത് വാക്യത്തിൽ സംഭവം ഇങ്ങനാണ്. ഗത്സമനയിൽ വെച്ച് യേശു അതിവേദനയോടെ, അതിദുഃഖത്തോടെ, മനക്ലേശത്തോടെ സ്തോത്രം സബദീപുത്രന്മാരെയും പത്രോസിനെയും കൂട്ടിക്കൊണ്ടുപോയി ഗത്സമന മലയിൽ ചെന്നിട്ട് അവിടെ അവരെ ഇരുത്തിയിട്ട് നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞേച്ച് എന്നാ പറഞ്ഞെന്നറിയാമോ? എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടി ഉണർന്നിരിപ്പാൻ പറഞ്ഞേച്ച് പ്രാർത്ഥിക്കാൻ പോയി. അയ്യോ, ഈ 3.5 വർഷം അത്ഭുതങ്ങളുടെ പരമ്പരകളായി, അടയാളങ്ങളുടെ പരമ്പരകൾ, ദൈവീക വിടുതലിന്റെ പരമ്പരകൾ കാണിച്ചു കൊടുത്ത ഗുരു അവരോട് പറയുക, എന്റെ പ്രാണൻ, എന്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖമായിരിക്കുന്നു, ദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിക്കാൻ പറഞ്ഞിട്ട് 3 എണ്ണത്തിനും സാധിച്ചില്ല എന്ന് ഇന്ന് രാത്രി നമ്മൾ തിരിച്ചറിയണം. ഹല്ലേലൂയ. അവിടെ പോയി കമന്നു വീണ് പ്രാർത്ഥിച്ചു. ഇതൊക്കെ നമുക്കറിയാം. തിരികെ വരുമ്പോ ഇവര് 3 പേരും നല്ല സുഖമായിട്ട് ഉറങ്ങുക.
അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് കർത്താവ്, വളരെ ഹൃദയവേദനയോടെയാ ചോദിച്ചേ, നെഞ്ച് നീറിയാ ചോദിച്ചേ, അവേ എന്നോട് കൂടെ 1 മണിക്കൂറെങ്കിലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിയത്തില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ജഡമോ ആത്മാവ് ഒരുക്കമുള്ളത്, ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. വീണ്ടും പോയി പ്രാർത്ഥിച്ചു തിരിച്ചു വരുമ്പോ പിന്നെ ഉറങ്ങുക. സ്തോത്രം. കർത്താവ് അവിടെ ഒരു ഡയലോഗ് പറഞ്ഞു കേട്ടോ. അത് ഇന്ന് രാത്രി നമ്മുടെ ബുദ്ധിയിൽ, ചിന്തയിൽ, ഹൃദയത്തിൽ ആണിയടിച്ചു ആമേൻ ഉറപ്പിക്കണം. ഇനി ഉറങ്ങി ആശ്വസിച്ചു കൊള്ളുവിൻ, മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുന്നു. എഴുന്നേൽപ്പിൻ, പോക, ഇതാ എന്നെ കാണിച്ചു കൊടുക്കാനുള്ളവൻ അടുത്ത് വന്നിരിക്കുന്നു. ഇന്ന് രാത്രി പ്രാർത്ഥനയിൽ ഉണർന്നിരുന്നില്ല എങ്കിൽ ആമേൻ സ്തോത്രം, ശത്രുവിന്റെ ആമേൻ പ്രവർത്തനങ്ങൾ നിനക്കെതിരെ കയറി വരുമ്പോൾ നീ ചിതറിപ്പോകേണ്ടി വരും, നീ ഓടിപ്പോകേണ്ടി വരും, നീ പരാജയപ്പെട്ടു പോകേണ്ടി വരും, നീ അവിവേകം പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടി വരും. പ്രാർത്ഥിച്ച യേശു ഗത്സമൻ തൊട്ട് കാൽവരി ക്രൂശ് വരെ സമാധാനത്തോടെ ആവേ സ്തോത്രം ഹല്ലേലൂയ ശാന്തതയോടെ ഈ വഴികളെല്ലാം സഞ്ചരിച്ചപ്പോൾ ശിഷ്യന്മാരെല്ലാം നാനാ വഴിക്ക് ഓടിപ്പോയില്ലേ? പത്രോസ് ആണെങ്കിൽ വാളെടുത്ത് ഒട്ടിയില്ലേ? മർക്കോസ് ആണെങ്കിൽ നഗ്നനായി ഓടിപ്പോയില്ലേ? ഇന്ന് രാത്രി ഞാനൊരു ദൈവികാലോചന പറയാം. അവൻ നിനക്കെതിരെ കയറി വരുന്ന പൈശാചിക മാനുഷിക ഉപദ്രവങ്ങൾക്ക് മുൻപിൽ നിനക്ക് നിന്റെ ജഡശക്തിയിൽ, നിനക്ക് നിന്റെ സ്വന്തം കഴിവിൽ പിടിച്ചു നിൽപ്പാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. പ്രാർത്ഥനയിൽ പോരാടിയാൽ, പ്രാർത്ഥനയിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചാൽ നിനക്ക് മുൻപിൽ ഒന്നും നിൽക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. പരീക്ഷകൾ മാറിപ്പോവും. കർത്താവ് പറഞ്ഞു, ശീമോനെ ശീമോനെ, പിശാച് നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷെ പാറ്റാൻ ഞാൻ ഏൽപ്പിച്ചില്ല. പക്ഷെ അവൻ നിന്നെ ഒന്ന് തൊടും. പാറ്റയായിരുന്നെങ്കിൽ ഈ ലേഖനങ്ങളും ഉണ്ടാവില്ലായിരുന്നു, പത്രോസും പിന്നെ ഓർമ്മകളിൽ ഉണ്ടാകില്ലായിരുന്നു. ഇന്ന് രാത്രി ഞാനൊന്ന് കൈമാറുക. ഇന്ന് രാത്രിയിൽ നമ്മൾ ഇതുപോലെ ഇരുന്ന് മുഖാമുഖം ഇരുന്ന് ദൈവത്തെ സ്തുതിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലെ ഏക കാരണം നിനക്കൊരു മധ്യസ്ഥൻ സ്വർഗത്തിൽ ഉള്ളത് കൊണ്ടാ, നിനക്കൊരു മധ്യസ്ഥൻ പിതാവിന്റെ സന്നദ്ധിയിൽ ഉള്ളത് കൊണ്ടാ. അത് മറന്നു പോകാതെ ഇന്ന് രാത്രി യേശുവേ എന്നൊന്ന് ഉറക്ക വിളിച്ചാൽ ഇന്ന് രാത്രി നിന്റെ വിഷയത്തോട് അവൻ ഇടപെടുവാനിടയായി തീരും. ഹല്ലേലൂയ. 2, കർത്താവിന്റെ വരവിനായി ഒരുങ്ങിയിരിക്കണം, ഉണർന്നിരിക്കണം. ഉണർന്ന്, അതും മത്തായി സുവിശേഷത്തിൽ 24-ന്റെ 42-43. ആമേൻ സ്തോത്രം. നിങ്ങളുടെ കർത്താവ് ഏത് ദിവസത്തിൽ വരുന്നു എന്ന് നിങ്ങൾ അറിയായിക കൊണ്ട് ഉണർന്നിരിപ്പീൻ. കള്ളൻ വരുന്ന നാമം ഇന്നതെന്ന് വീട്ടുടയവൻ അറിഞ്ഞുവെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തന്റെ വീട് തുറക്കുവാൻ സമ്മതിക്കാതിരിക്കുകയും ചെയ്യും എന്നറിയുന്നുവല്ലോ. കർത്താവിന്റെ വരവ് ഏത് സമയത്തൊന്ന് നമ്മൾ അറിയുന്നില്ല. 8:30 ഇനി വായിക്കണ്ട, പറയുക. കർത്താവിന്റെ വരവ് ഏത് സമയത്തും നമ്മൾ അറിയുന്നില്ല. കള്ളനെ പോലെ അവൻ വരും. കർത്താവിന്റെ വരവോ നമ്മുടെ മരണമോ എന്താണ് ആദ്യം സംഭവിക്കുന്നതെന്ന് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല. നമ്മൾ അങ്ങനെയൊന്നും വലിയ ഉറപ്പൊന്നും വെക്കണ്ട. അവൻ സ്വതന്ത്രം ദൈവം വെച്ച സമയത്ത് നമ്മൾ പോയേ പറ്റൂ. ഇന്ന് രാത്രി ഒരൊറ്റ കാര്യം മാത്രം ഇതിന്റെ അകത്തുനിന്ന് പറയാം. കർത്താവിന്റെ വരവിനായി നമ്മൾ ഏത് സമയത്തും ഒരുങ്ങിയിരിക്കണം. സമയത്തും അസമയത്തും ഒരുങ്ങിയിരിക്കുക എന്ന് അപ്പസ്തോലൻ പറഞ്ഞത് ശുശ്രൂഷിക്കാനല്ല, കർത്താവിന്റെ വരവിനായി അവൻ നാം നമ്മെ തന്നെ ഒരുക്കി അവൻ കാത്തിരിക്കണമെന്നുള്ള അർത്ഥത്തിലാ. ഹല്ലേലൂയ. അവൻ ഞാൻ ഒരു കാര്യം പറയാം. ഒരു ഉപമ, 10 കന്യകമാരുടെ ഉപമ നമുക്കറിയാം. അവരെല്ലാം കന്യകമാരായിരുന്നു, അവരെല്ലാം വിശുദ്ധിയുള്ളവരായിരുന്നു, അവരെല്ലാം യോഗ്യരായിരുന്നു, അവരെല്ലാം കളങ്കമില്ലാത്തവരായിരുന്നു, അവരെല്ലാം മണവാളൻ സ്വീകരിക്കാൻ തയ്യാറുമായിരുന്നു. പക്ഷെ മണവാളനെ എതിരേൽക്കേണ്ട സമയമായപ്പോൾ അവരിൽ കുറവുകൾ ഉണ്ടായിരുന്നു, അവരിൽ ശൂന്യതകൾ ഉണ്ടായിരുന്നു. ഇന്ന് രാത്രി അതിന്റെ വ്യാഖ്യാനത്തിലേക്കൊന്നും ഞാൻ പോണില്ല. നമുക്കെല്ലാം അറിയാം, കർത്താവ് വന്നപ്പോ ഇവര് പോയി ക്രമീകരിക്കപ്പെടുവാൻ ഓടിപ്പോകേണ്ടി വന്നു. ഇന്ന് രാത്രി പരിശുദ്ധ റൂഹ പറയുക, ക്രമീകരിക്കേണ്ട വിഷയങ്ങൾ അപ്പപ്പോൾ ക്രമീകരിച്ച് അപ്പപ്പോൾ റെഡിയായി ഒരുങ്ങിയിരിപ്പാൻ ദൈവാത്മാവിൽ ഇന്ന് രാത്രി ഒരാലോചന പറയുക. ഹല്ലേലൂയ. ആമേൻ. 3 ദുരുപദേശങ്ങൾക്കെതിരായി
നമ്മൾ ഉണർന്നിരിക്കണം. വചനത്തിന്റെ വിരോധമായ, വചനം കൊട്ടിക്കളയുന്ന, വചനം അനുവദിക്കാത്തതൊന്നും നിങ്ങളും അനുവദിക്കരുത്. അവിടെ ഒന്നും ഞാൻ നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല. സ്തോത്രം. ഞാൻ ആ അടുത്ത പോയിന്റിലേക്ക് വരിക. പ്രതിയോഗിയായ പിശാച്. ആമേൻ. നമുക്കൊരു പ്രതിയോഗിയുണ്ട്, നമുക്ക് ഒത്തിരി പ്രതിയോഗിയുണ്ട്. കാരണം സങ്കീർത്തന പ്രബോധനമൊക്കെ പല സ്ഥലത്തും നടക്കുമ്പോ നിന്റെ ശത്രുവിന്റെ മേൽ ജയം തരുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയുമ്പോ ചർച്ചിന്റെ മേൽക്കൂര കിടുങ്ങുക. പക്ഷേ ഇതൊന്നും പിശാചിനെതിരെ അല്ല കേട്ടോ. പിശാചിനെതിരെ അല്ല ഈ ആളുകൾ ഈ ബഹളം വെക്കുന്നതും കൈയടിക്കുന്നതും ആത്മാവിലാകുന്നതും. അവര് ചില വ്യക്തികളെ മുന്നിൽ കണ്ടോണ്ടാ. ഇന്ന് രാത്രി ആമേ സ്തോത്രം, അവിടെ ഒന്നും നിൽക്കാൻ സമയമില്ല. ഉപവാസ പ്രാർത്ഥന നമ്മുടെ മുമ്പിൽ കിടക്കണോണ്ട് ചിലതൊന്ന് തൊട്ടുവിടുക. ആമേൻ. മനുഷ്യരല്ല നമ്മുടെ ശത്രുക്കൾ. ആമേൻ. ഹല്ലേലൂയ. മനുഷ്യ രൂപത്തിൽ മനുഷ്യരെ ഉപയോഗിച്ച് നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്ന മാനുഷിക വ്യക്തികളെ തിരിച്ചറിഞ്ഞ് ബുദ്ധിയോടെ ഒഴിഞ്ഞു മാറുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം നമുക്ക് കൃപ തരട്ടെ. പിശാച് നമുക്കെതിരെ വരുന്നത്, ആമേൻ സ്തോത്രം, പിശാചിന്റെ തലയെ കർത്താവ് കാൽവരി ക്രൂശിൽ തകർത്തു എന്ന് പറയുമ്പോൾ അവന് പ്രത്യക്ഷത്തിൽ നമ്മളോട് ഡയറക്റ്റായി ആക്രമിക്കാൻ അവന് കഴിവില്ല. അവന്റെ ആയുധങ്ങൾ നശിച്ചുപോയി. പിന്നെ എന്താ? തന്ത്രങ്ങൾ കൊണ്ട്, ഉപായങ്ങൾ കൊണ്ട് അവൻ അടുത്തു വരികയാ. ഇന്ന് രാത്രി നിനക്ക് ചുറ്റും നിൽക്കുന്നവർ നിനക്കെതിരെ ആമേ സ്തോത്രം ആലോചനകളുമായി വരുമ്പോ, ആമേ സ്തോത്രം, ആളെ നോക്കി, അതോറിറ്റി നോക്കി, അധികാരം നോക്കി അല്ല, ആത്മാവിൽ വിവേചിച്ചിട്ട് വേണം മാനുഷിക ആലോചനകളെ ഏറ്റെടുക്കാനെന്ന് ഇന്ന് രാത്രി ഞാൻ കൈമാറുകയാ. ഹല്ലേലൂയ. എന്താണ് ഈ പിശാചിന്റെ പരിപാടി? ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഒരു സിംഹം ഒരു മനുഷ്യനെ പിടിച്ചാൽ ആമേ സ്തോത്രം, മുടിയും എല്ലും കുറെ പല്ലും നഖമെങ്കിലും മിച്ചം കിട്ടും. സിംഹമാണ് ഒരു മനുഷ്യനെ പിടിക്കുന്നതെങ്കിൽ, കരടിയോ ഏത് ക്രൂരമുഖം പിടിച്ചാലും എന്തെങ്കിലുമൊക്കെ ഇതാരാന്ന് തിരിച്ചറിയാൻ DNA ടെസ്റ്റ് നടത്താനെങ്കിലും ചില കാര്യങ്ങൾ മിച്ചം കിട്ടും. പക്ഷെ പിശാച് ഒരുത്തനെ വിഴുങ്ങിയാൽ ആമേൻ അവനെ മിച്ചം കിട്ടുകയില്ല. സിംഹം പിടിച്ചാൽ മിച്ചം കിട്ടും. പെരുമ്പാമ്പൊരുത്തനെ വിഴുങ്ങിയ വല്ലതും മിച്ചം കിട്ടുമോ? കിട്ടില്ല. അതുകൊണ്ട് ആ പദം അവിടെ വളരെ സൂക്ഷിക്കണം. ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞു ചുറ്റി നടക്കുക. അവന്റെ തന്ത്രങ്ങളിൽ, അവന്റെ ഉപായങ്ങളിൽ കുടുങ്ങി പോകരുതെന്ന് ഇന്ന് രാത്രി സമയം ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന പറയുക. അവൻ വിഴുങ്ങിയ അനേകരുണ്ട്. നക്ഷത്രങ്ങളെ പോലെ ശോഭിച്ച പലരും ഇന്ന് വേറെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശോഭിക്കുക. ഉപദേശ വിരോധമായ പേരൊന്നും ഞാൻ പറയുന്നില്ല. ചിലര് മൺമറഞ്ഞു പോയി. ആമേൻ. അംശവടിയും കുരിശുമായിട്ട് എല്ലാം ഉപേക്ഷിച്ച് പോയ ചിലർ, ആമേൻ, ജീസസ്, അവരൊക്കെ മരണപ്പെട്ടു പോയി. എങ്ങനാ മരിച്ചെന്ന് വരെ നമുക്കറിയാം. അതൊന്നും ഇന്ന് രാത്രി നമ്മുടെ മുമ്പിൽ ഇതൊക്കെ ബുദ്ധിപദേശത്തിന് വെച്ചേക്കുക. ഇന്ന് രാത്രി പിശാചിന്റെ ഒരു സംവിധാനങ്ങളും, ഒരു ആലോചനകളും, ഒരു ഉപായങ്ങളും ആമേൻ നിന്നിൽ ഫലിക്കാതെ വണ്ണം നിന്നെ പ്രാർത്ഥനയിൽ ശക്തീകരിക്കുന്ന, ആത്മശക്തിയിൽ ശക്തീകരിക്കുന്ന, ദൈവാത്മ നിയോഗത്തിൽ ശക്തീകരിക്കുന്ന പരിശുദ്ധാത്മാവിന് ഇന്ന് രാത്രി നിന്നെയും നിനക്കുള്ളതിനെയും ഏൽപ്പിച്ചു കൊടുക്കുക. ശിംശോൻ, യൂദാ ഇസ്കരിയോത്ത, എത്ര പേര് വേണം? വിഴുങ്ങിയവർ. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ അവൻ വിഴുങ്ങാതെ കൃപയ്ക്കകത്ത് നാം നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ആമേൻ നമ്മുടെ കൂട്ടായ പ്രാർത്ഥനയുണ്ട്, കൂട്ടായ ഉപവാസങ്ങളുണ്ട്. നമ്മുടെ കൂട്ടായ്മയ്ക്കും ദൈവത്തിന്റെ കൃപയ്ക്കും ദൈവത്തിന്റെ ശക്തിക്കും ഇന്ന് രാത്രി കരങ്ങളുയർത്തി സ്തോത്രം ചെയ്യുക. ആമേൻ. നമ്മൾ ഈ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഈ സമയത്ത് ഈ ഫോൺ ഓൺ ചെയ്ത് വീഡിയോ ഓൺ ചെയ്തിരിക്കുന്നത് ആമേ സ്തോത്രം, ആമേൻ, ദൂത് കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നിന്നെയും നിന്റെ കുടുംബത്തെയും ആമേൻ പിശാച് വീഴാതെ, പിശാച് പാറ്റിക്കളയാതെ, പിശാച് നിന്നെ എടുത്ത് ആമേ സ്തോത്രം എറിഞ്ഞു കളയാതിരിപ്പാൻ നിന്റെ കൃപ, നിന്റെ അധികാരം, നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോകാതെ ഇന്ന് രാത്രിയിലും നിന്നെ കൃപയിൽ ഉറപ്പിച്ചു നിർത്തിയ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അതിന് നമ്മെ സഹായിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്താട്ടെ. അതിന് പ്ലാറ്റ്ഫോമുകളെ ഒരുക്കിയ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്താട്ടെ. ഈ പ്ലാറ്റ്ഫോമിനായും ഈ പ്ലാറ്റ്ഫോമിന് വേണ്ടി എഫർട്ട് എടുക്കുന്ന ദൈവദാസിക്കായും ഇന്ന് രാത്രി സ്തോത്രം ചെയ്താട്ടെ. നന്ദിയുള്ളവരായിരിക്കണം നമ്മൾ. അതും ഒരു അപ്പസ്തോലിക ഉപദേശ. നമ്മൾ അപ്പസ്തോലിക ഉപദേശം കേട്ട് നടക്കുന്നവരാണെങ്കിൽ നന്ദിയുള്ളവരായിരിക്കും കൂടെ ഒരു അപ്പസ്തോലിക ഉപദേശം ഉണ്ട്. ആമേൻ. ഇന്ന് രാത്രി പ്രതിയോഗിയായ പിശാചിന്റെ 1-2 തന്ത്രങ്ങൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവന്റെ ചില 1-2 പ്രവർത്തനങ്ങൾ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുകയാ. ആമേൻ.
ഹല്ലേലൂയ. അതിനു മുമ്പ് ഒരു കാര്യം, പിശാചിനെ മാത്രം പറയുമ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. സംഖ്യാപുസ്തകം 22:22 സംഖ്യാപുസ്തകം 22:22 ആമേൻ സ്തോത്രം. ഒരു പ്രവാചകനുണ്ട് നമുക്ക്, ഒരു പ്രവാചകൻ ബിലയാം. ചരിത്രം അറിയാലോ, അതുകൊണ്ട് വായിക്കണ്ട, ചരിത്രം അറിയാം. അവൻ ദൈവജനത്തിനും ദൈവത്തിനും ദൈവിക ആലോചനയ്ക്കും വിരോധമായി ബാലാക്കിന്റെ സ്വർണവും വെള്ളിയും രത്നങ്ങളും കണ്ടപ്പോ അവന്റെ കണ്ണ് മഞ്ഞളിച്ചിട്ട് അവൻ അവരെ കൂടാരത്തിൽ താമസിപ്പിച്ച് ദൈവത്തെ നിർബന്ധിപ്പിച്ച് അവൻ യാത്ര പുറപ്പെടുമ്പോൾ അവന്റെ യാത്രയ്ക്ക് വിരോധമായി ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത് അവൻ അറിഞ്ഞില്ല. അവിടെ എഴുതിയിരിക്കുന്ന പദം ഇങ്ങനെയാ, ദൈവത്തിന്റെ ദൂതൻ അവന് പ്രതിയോഗിയായി നിന്നു. ഇന്ന് രാത്രി ആരെല്ലാം നമുക്ക് പ്രതിയോഗിയായാലും നമ്മെ വിടിവിപ്പാൻ കഴിവുള്ള ഒരു കരം സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. പക്ഷെ ആ കരം നമുക്ക് പ്രതികൂലമാകാൻ ജീവനുള്ള കാലത്ത് നമ്മൾ സമ്മതിക്കരുത്. ജീവനുള്ള കാലത്ത് നമ്മൾ അതിന് തയ്യാറാകരുതെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്ത വചനഭാഗം മത്തായി സുവിശേഷം 5:25-26 വാക്യങ്ങളാണ്. മത്തായി സുവിശേഷം 5:25-26 വാക്യങ്ങൾ. നിന്റെ പ്രതിയോഗിയോടുകൂടെ വഴിയിൽ ഉള്ളപ്പോൾ തന്നെ വേഗത്തിൽ അവനോട് ഇണങ്ങിക്കൊള്ളുക, അല്ലാഞ്ഞാൽ പ്രതിയോഗി നിന്നെ ന്യായാധിപനും ന്യായാധിപൻ നിന്നെ ചേകവനും ഏൽപ്പിച്ചിട്ട് നീ തടവിലായി പോകും. ഒടുവിലത്തെ കാശ് കൊടുത്തു തീരുവോളം നീ അവിടെ നിന്ന് പുറത്തു വരികയില്ല എന്ന് സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു. മത്തായി 5:25-26 ലൂക്കോസിന്റെ 12:58-59 ഈ ദൈവദിന ഭാഗമുണ്ട്. ഹല്ലേലൂയ. ഇത് നമ്മുടെ ഹൃദയ ശുദ്ധീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നമ്മുടെ അകത്തെ മനുഷ്യൻ, നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ ആത്മാവിന്റെ ഫലങ്ങളാൽ നമ്മൾ നിറഞ്ഞില്ലെങ്കിൽ, ക്ഷമിക്കുന്ന സ്നേഹം, വിട്ടുകൊടുക്കുന്ന സ്നേഹം, ദൈവിക സ്നേഹം, ദൈവത്തിന്റെ മനസ്സലിവ്, ദൈവത്തിന്റെ ക്ഷമ, ദൈവികമായത് നമ്മിൽ നിറഞ്ഞില്ലെങ്കിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ, എന്തോ സംഭവിക്കും? പിശാച് അവിടെ കയറി പ്രവർത്തിക്കാനിടയായി തീരും. ഹല്ലേലൂയ. അതുകൊണ്ടാ പറഞ്ഞേ ആമേൻ സ്തോത്രം, നീ ആരാധനയ്ക്ക് പോകുമ്പോ വല്ലവനും നിന്നോട് വല്ലതും ഉണ്ടെങ്കിൽ നീ പോയി ക്ഷമ പറയണം. ആമേൻ ഹല്ലേലൂയ. എനിക്ക് ബിജോയ് പാസ്റ്ററോട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ല, ബിജോയ് പാസ്റ്റർക്ക് എന്നോട് എന്തെങ്കിലും ബുദ്ധിമുട്ട് മനസ്സിലുണ്ടെന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ പോയി ക്ഷമ പറയണം. അതാണ് നമ്മുടെ പോളിസി, ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം ഉപവാസ പ്രാർത്ഥനയുടെ തലേ ദിവസം ഈ ദൈവികാലോചനയുമായിട്ട് എന്നെ നമ്മുടെ കർത്താവ് ഇതിന്റെ നടുക്കോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആമേൻ ഈ ദിവസങ്ങൾക്കകത്ത് ഒരു വലിയ മാറ്റം നിന്റെ അകത്തും പുറത്തും നടക്കാൻ പോവുക. ആ വലിയ മാറ്റം നിന്റെ ജീവിതത്തിൽ വലിയൊരു ചൈതന്യം കൊണ്ടുവരാൻ പോവുക. ആർക്കും ലഭിക്കാത്ത, ആരും പ്രാപിക്കാത്ത, ഈ തലമുറയിൽ ഒരുത്തനും തൊടാത്ത ചിലതിനെ തൊടുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. ഞാനത് വേഗത്തിൽ അതിങ്ങനെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 8:23 പത്രോസ് കൈവച്ചപ്പോൾ അഭിഷേകം പരരുന്നത് കണ്ട് അവൻ ഷീമോൻ എന്ന് പറഞ്ഞൊരു വ്യക്തി കുറെ പണവുമായിട്ട് ചെന്നിട്ട് ഇത് എനിക്കും കൂടെ തന്നെന്ന് പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊരു പദമുണ്ട്, നീ കൈപ്പുള്ള പകയിലും അനീതിയുടെ ബന്ധനത്തിലും അകപ്പെട്ടു. കേട്ടോ, എങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ പകയിരുന്നാൽ, നമ്മുടെ ഉള്ളിൽ വിരോധം ഇരുന്നാൽ, നമ്മുടെ ഉള്ളില് കാപട്ടി ഇരുന്നാൽ, നമ്മുടെ ഉള്ളിൽ വഞ്ചന ഇരുന്നാൽ, ദൈവഹിതമല്ലാത്തത് നമ്മുടെ ഉള്ളിൽ ഇരുന്നാൽ എന്തോ സംഭവിക്കും? ആമേൻ, ഒരു അനീതിയുടെ ബന്ധനം നമ്മുടെ മേൽ വീഴാനിടയായി തീരും. സ്തോത്രം. ആ ബന്ധനത്തിന്റെ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആമേൻ. ആ ബന്ധനത്തിൽ നീയായാൽ അവസാന ചില്ലി നാണയം കൊടുക്കാതെ നിന്നെ പുറത്തു വിടുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, സമയപരിമിതി കൊണ്ട് ഇങ്ങനെ ഞാൻ പറയുക, ആമേൻ, നിന്റെ അകത്ത് ആവശ്യമില്ലാത്ത കയ്പും ഈർഷ്യയും പിണക്കവും വിരോധവും അസൂയയും മത്സരവും ഒക്കെ പിശാച് നിറച്ചിട്ടിട്ട് അവൻ നിന്നെ ബന്ധിച്ച് നിന്റെ ജഡത്തെയും നിന്റെ ആമേൻ സ്വന്തം സംവിധാനത്തെയും മുഴുവൻ ബന്ധിച്ചാക്കിയിട്ട് അവൻ പിശാചിന്റെ കളിപ്പാവയായി നിന്നെ അവൻ ഉപയോഗിക്കാനിടയായി തീരും. ആമേൻ. എന്നിട്ട് എന്തോ പറ്റും? നിന്റെ അവസാനത്തുള്ളി ദൈവകൃപയും കൂടെ ചോർത്തിയേച്ച് നിന്നെ പരസ്യക്കോലമാക്കി കളഞ്ഞേച്ച് പിശാച് നിന്നെ ഇട്ടിട്ട് പോകും. പിശാചിനും നിന്നെ വേണ്ടാട്ടോ. അതുകൊണ്ടാ
ഒരുത്തനെ അവനെ നഗ്നനാക്കി, അവനെ മുറിവേൽപ്പിച്ചു, അവന്റെ സമ്പത്തെല്ലാം കവർന്നു, അവൻ ജീവച്ഛവമായി വഴിയിൽ ഇട്ടേച്ചു പോയി. ഇല്ലേ? പിശാചിന് പോലും വേണ്ട കൃപ പോയ നമ്മെ, പിശാചിന് പോലും വേണ്ട ദൈവകൃപ ഇല്ലാത്ത നമ്മെ, പിശാചിന് പോലും വേണ്ട ദൈവശക്തി ഇല്ലാത്ത നമ്മെ എന്ന് ഇന്ന് രാത്രി തിരിച്ചറിയണം. പക്ഷേ ഒരു നല്ല സമറിയാക്കാരൻ നിനക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഇന്ന് രാത്രിയും ജീവിക്കുന്നുള്ളത് കൊണ്ട് പ്രൈസ് ദി ലോർഡ്. ഞാനൊരു കാര്യം പറഞ്ഞ് അങ്ങ് വിടാം. നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട് ഈ കരിമ്പിൻ ജ്യൂസ് അടിക്കണ മിഷൻ, ഇല്ലേ? ഈ കരിമ്പിൻ ജ്യൂസിന്റെ അകത്ത് കയറി ഇറങ്ങിയ കരിമ്പിൻ ചണ്ടി പോലെ നമ്മെ ആക്കി വലിച്ചെറിയുന്ന ഒരു സാത്താന്യ പദ്ധതിയെ, അവന്റെ പ്രവൃത്തിയെ ദൈവമക്കൾ സൂക്ഷിച്ചു കൊള്ളണമെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവാലോചന പറയുക. ആമേൻ. ശിംശോനെ പർശ്യക്കോലായിട്ട് നിർത്തിയില്ലേ? യൂദാസ്കറിയാത്തോ കെട്ടി തൂങ്ങി ചത്തത് മാത്രാണോ? അവൻ താഴെ വീണ് അവന്റെ തലച്ചോറ് വരെ ചിതറിപ്പോയില്ലേ? ഇന്ന് രാത്രി ഉപവാസ പ്രാർത്ഥനയുടെ തലേ ദിവസം നമ്മുടെ അകത്തളങ്ങളിൽ ദൈവത്തോടുള്ള വലിയ സ്നേഹവും, ദൈവത്തോടുള്ള വലിയ വിശ്വസ്തതയും, ദൈവത്തോടുള്ള വലിയ ആത്മാർത്ഥതയും നമ്മിൽ ഉയർന്നു വരട്ടെ. എന്റെ ദൈവം വിശുദ്ധനായിരിക്കുന്നത് പോലെ ഞാനും വിശുദ്ധനായിരിക്കുമെന്ന് ഇന്ന് രാത്രി ഇതിനകത്ത് തീരുമാനങ്ങൾ എടുക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ വിഷയം ഇയ്യോബിന്റെ പുസ്തകം 31:35. ഇയ്യോബിന്റെ പുസ്തകം 31:35 ഒന്ന് വായിക്കാമോ? അയ്യോ, എന്റെ സങ്കടം കേൾക്കുന്നവൻ ഉണ്ടായിരുന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. ഇതാ എന്റെ സർവശക്തൻ എനിക്ക് ഉത്തരം നൽകുമാറാകട്ടെ. എന്റെ പ്രതിയോഗി എഴുതിയ അന്യായ രേഖ കിട്ടിയെങ്കിൽ കൊള്ളാമായിരുന്നു. ഇവിടെ എന്താ പ്രതിയോഗിയുടെ പണി? അന്യായ രേഖ എഴുതുക. പ്രതിയോഗിയുടെ ഓരോ പണികളെ, അവന്റെ തന്ത്രങ്ങളെ കുറിച്ചാ ഇന്ന് രാത്രി ഉള്ള സമയത്ത് നമ്മൾ ചിന്തിക്കണേ. ഇവൻ അന്യായ രേഖ എഴുതുന്നവനാ. നിനക്ക് വിരോധമായി, ഇയ്യോബിന് വിരോധമായി, ദാനിയേലിന് വിരോധമായി, സ്തോത്രം ഒക്കെ രേഖകൾ എഴുതി അന്യായം ദൈവജനത്തിനും ദൈവദാസന്മാർക്കും മീതെയിട്ട് അനീതിയാലും അന്യായത്താലും ദണ്ഡിപ്പിക്കുന്ന ഒരു പൈശാചിക പ്രവൃത്തിയെ ഇന്ന് രാത്രി തിരിച്ചറിയണം. ഹല്ലേലൂയ. അന്യായ രേഖ എഴുതുക. നിന്നെ കുറിച്ച് അന്യായം പറയുക, നിന്നെ കുറിച്ച് അപവാദം പറയുക, നിന്നെ കുറിച്ച് ദോഷം പറയുക, നിന്നെ കുറിച്ച് ഇല്ലാത്തത് പറയുക. എന്തിനാ ഇങ്ങനൊക്കെ പറയുന്നേ? നീ ഉള്ളിൽ ഞെരങ്ങി സങ്കടപ്പെട്ട് നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ അവിവേകം പ്രവർത്തിക്കാനും അവിവേകം സംസാരിക്കാനും ദൈവകൃപ വിട്ടുമാറി കയ്പും പിണക്കവും നമ്മുടെ ഉള്ളിൽ മുളച്ചെഴുന്നേറ്റ് വരുവാനുമുള്ള പൈശാചിക പദ്ധതികളെ ഇന്ന് രാത്രി ദൈവമക്കൾ ഒരുമിച്ച് തിരിച്ചറിയട്ടെ. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും നമ്മളെ കുറിച്ച് എന്തെങ്കിലും അവിഖ്യാതി പറഞ്ഞാൽ, അപവാദം പറഞ്ഞാൽ നമുക്ക് വലിയ സങ്കട. പ്രിയരെ, എന്താ നമ്മൾ ഇങ്ങനെ? ഹല്ലേലൂയ. സങ്കടം ഇല്ലെന്നൊക്കെ കാണിച്ചോണ്ടിരുന്നാലും നല്ല സങ്കടം വരും കേട്ടോ. അയ്യോ സ്തോത്രം. ഞാനൊക്കെ ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ആമേൻ. ഒത്തിരി കരഞ്ഞിട്ടുണ്ട്. ഉള്ളിലുള്ളത് മുഴുവൻ കണ്ണിക്കോടെ പുറത്തു വരുന്ന പോലെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. പക്ഷേ ഇന്ന് രാത്രി ഞാൻ കൈമാറുക, നീ വെറുതെ ആവശ്യമില്ലാതെ കരഞ്ഞ് ദണ്ഡിച്ച് ദുഃഖിച്ച് സ്തോത്രം അല്ലാത്ത സാഹചര്യത്തിലൊന്നും പോകണ്ട. ഇതാ പിശാചിന്റെ പദ്ധതി, ഇതാ പിശാചിന്റെ പദ്ധതി. സകലതും നിനക്കെതിരെ കളവായി പറയുമ്പോ നീ സന്തോഷിപ്പേ. സ്വർഗരാജ്യത്തിൽ നിന്റെ പ്രതിഫലം വലുതാ. ആമേൻ. ഇന്ന് രാത്രി എത്ര പേർക്ക് ഈ വചനത്തോട് സന്തോഷമുണ്ട്? നീ അവിടെ ചെല്ലുമ്പോ നിന്റെ അക്കൗണ്ടിൽ സ്തോത്രം ഹല്ലേലൂയ ഒരുപാട് ഡെപ്പോസിറ്റ് കാണുന്ന ഒരു ആത്മീയ ജീവിതം ഈ ഉപവാസ പ്രാർത്ഥന കഴിയുമ്പോ നമുക്ക് ഒരുമിച്ച് ഉണ്ടായി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ നിന്റെ സ്വർഗത്തിലെ അക്കൗണ്ട് നിറയട്ടെ. നിന്റെ സ്വർഗത്തിലെ അക്കൗണ്ടിൽ സ്തോത്രം അത് നിറഞ്ഞു കവിയുന്ന ഒരു ആത്മീയ ജീവിതത്തിന്റെ ഉടമയായി ഇന്ന് രാത്രി ദൈവാത്മാവ് നിന്നെ മാറ്റട്ടെ. സ്വർഗം പറയുക,
എല്ലാ വ്യാജവും ആമേൻ കളവായി, എല്ലാ ദുഷിയും കളവായി, എല്ലാ നുണയും കളവായി നിന്നെക്കുറിച്ച് പറയുമ്പോ നീ സന്തോഷിച്ച് ഉല്ലസിക്കുമെന്ന് ദൈവവചനം പറയുവാണെങ്കിൽ ഇന്ന് രാത്രി ഒരു വലിയ തീരുമാനം ദൈവാത്മാവിൽ ദൈവ കുഞ്ഞുങ്ങൾ എടുക്കട്ടെ. എന്തെങ്കിലും പറയുമ്പോ, എന്തെങ്കിലും കേൾക്കുമ്പോ വിശദീകരിക്കാനും എക്സ്പ്ലെയിൻ കൊടുക്കാനും അവിടെ ഇവിടെ ഓടി നടന്ന് കാലുവെന്ത് ഓടി നടക്കണ്ട. ആമേൻ സ്തോത്രം. നിന്റെ സ്വർഗത്തിൽ വലിയ നിക്ഷേപങ്ങൾ ആമേൻ വരുന്നു നിറയുന്നത് ആത്മാവിൽ കണ്ട് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചാൽ ആമേൻ നിന്നോട് വാദിക്കുന്നവരോട് ദൈവം വാദിക്കാൻ ഇറങ്ങി വരും. നീ വാഗ്വാദം നിർത്ത്, നീ വാദം നിർത്ത്, നീ ന്യായീകരണം നിർത്ത്. നിന്റെ ദൈവം ഇറങ്ങി വന്ന് നിനക്കെതിരെ നിൽക്കുന്നവരോട് ആമേൻ ഹല്ലേലൂയ ഇടപെടുന്നത് നിനക്ക് കാണാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അന്യായ രേഖകൾ എഴുതുന്ന ആമേൻ ശൗൽ ഒരു അന്യായ രേഖയായിട്ട് ആമേൻ കുതിരപ്പുറത്ത് പാഞ്ഞു വരിക. വല്ലതും നടന്നോ എങ്കിൽ നിനക്കെതിരെ വരുന്ന ആമേൻ ഓരന്യായ രേഖകളും ഓരന്യായ ആരോപണങ്ങളും ഓരന്യായമായ പ്രവൃത്തികളും ആമേൻ പ്രാവർത്തികമാകുവാൻ നിന്റെ ദൈവം അനുവദിക്കത്തില്ലെന്നേ. ഉറപ്പുണ്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞേ കൈ ഉയർത്തി. ആമേൻ. ഉറക്കം വരുന്നുണ്ടെങ്കിൽ കൈ ഉയർത്തി സ്തോത്രം പറയാനല്ല, ഉറപ്പുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി സ്തോത്രം പറയാനാ പറഞ്ഞേട്ടോ. ആമേൻ. ഇന്ന് രാത്രി സ്വർഗത്തിൽ നിന്റെ നിക്ഷേപം കൂടുന്ന ഒരു ആത്മീയ ജീവിതത്തിലേക്ക് പരിശുദ്ധ റൂഹ നിന്നെ ഷിഫ്റ്റ് ചെയ്യുക. സ്വർഗത്തിൽ നിന്റെ ഡെപ്പോസിറ്റിൽ ഒത്തിരി നിക്ഷേപം കാണും. അങ്ങനെ ഒരു ആത്മീയ ജീവിതം ഇതിനകത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിലരുടെ മേൽ ഇടുക. അങ്ങനെ ഒരു പകർച്ച, അങ്ങനെ ഒരു അഭിഷേകം, അങ്ങനെ ഒരു നിയോഗം വ്യക്തികളിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ഹല്ലേലൂയ. സ്തോത്രം. 1 ശമൂവേൽ 1:6 അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഹന്നായെ അവളുടെ പ്രതിയോഗി മുഷിപ്പിക്കുകയാണ് അല്ലേ? ആമേൻ. ഇന്ന് രാത്രി ഹന്നായെ പെനീനെയാണ് മുഷിപ്പിച്ചതെങ്കിൽ ഇന്ന് രാത്രി നിന്നെ മുഷിപ്പിക്കുന്ന എല്ലാ വ്യക്തി ജീവിതങ്ങളെയും ഓർത്തോ, ധൈര്യമായിട്ട് ഓർത്തോ. ഹല്ലേലൂയ. നിന്നെ മുഷിപ്പിക്കുന്ന സകല വ്യക്തി ജീവിതങ്ങളുടെയും മുൻപാകെ ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധകരം നിന്നെ മാനിക്കാൻ ഇറങ്ങി വരുന്ന രാത്രിയാ. നിന്നെ മുഷിപ്പിക്കുന്ന, നിന്നെ ദുഃഖിപ്പിക്കുന്ന, നിന്നെ കരയിപ്പിക്കുന്ന, നിന്നെ ദണ്ഡിപ്പിക്കുന്ന, നിന്റെ കൂടാരത്തിന്റെ അകത്തും നിന്റെ കൂട്ടായ്മയ്ക്കകത്തും നിന്നെ താങ്ങേണ്ടവർ, നിന്നെ തലോടേണ്ടവർ, നിന്നെ ഉയർത്തേണ്ടവർ, നിന്നെ മാനിക്കേണ്ടവർ, നിന്നെ ചേർത്ത് നിർത്തേണ്ടവർ ഒറ്റപ്പെടുത്തി വേട്ടയാടി മുറിവേൽപ്പിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ കുഞ്ഞെ ഇന്ന് രാത്രി തിരിച്ചറിയുക, നിന്നെ വിടുവിപ്പാൻ ഒരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ, ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ഇന്ന് രാത്രി ആരൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവർക്കെല്ലാം വേണ്ടി നിന്നെ നിന്ദിക്കുന്നവരുടെ നിന്ദ, നിന്നെ അപമാനിക്കുന്നവരുടെ മേൽ വീഴുന്നത് നീ കാണാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. ദൈവം നിനക്ക് വേണ്ടി ഇടപെട്ടാൽ അങ്ങനാ. ഹല്ലേലൂയ. ഞാനൊരു കാര്യം കൂടെ ആ വിഷയത്തോട് ചേർത്ത് പറയാം. പഴയ നിയമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച ആദ്യത്തെ വ്യക്തി ഹന്നായ. പഴയ നിയമത്തിൽ ആത്മാവിൽ പ്രാർത്ഥിച്ച ആദ്യത്തെ വ്യക്തി ഹന്നായ. കാരണം അവൾ ഒരു വാക്കുപോലും മിണ്ടിയില്ല, ഒരു പാട്ട് പോലും പാടിയില്ല, ഒരു വചനം പോലും വായിച്ചില്ല, ഒരു സ്തോത്രം പോലും പറഞ്ഞില്ല. അവൾ ആലയത്തിൽ പോയി ഇരുന്നേച്ച് അവളുടെ ഉള്ളിലുള്ളത് മുഴുവൻ ആമേൻ സ്തോത്രം സ്വർഗത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. പുതിയ നിയമത്തിൽ അതിന്റെ വ്യാഖ്യാനം പറയണേ. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ സ്തോത്രം ആമേൻ സ്വർഗത്തിലേക്ക്, നിന്റെ പ്രാർത്ഥനകൾ, നിന്റെ സ്തുതി സ്തോത്രങ്ങൾ സ്വർഗത്തിലേക്ക് എത്തുന്നുണ്ടെന്ന് പൗലോസ് അപ്പോസ്തലനാണ് പുതിയ നിയമത്തിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തേ. ഈ സഹോദരിയുടെ അകത്തളത്തിലെ നൊമ്പരങ്ങളും മുഴുവൻ പരിശുദ്ധാത്മാവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി. സ്വർഗത്തിൽ നിന്ന് ദൈവം ആമേൻ മറുപടി കൊണ്ട് ഈ പെൺകുട്ടിക്ക്, ഈ സ്ത്രീക്ക് ആ ആലയത്തിനകത്ത് വെച്ച് കൈമാറി. എന്തോ സംഭവിച്ചു? ആ കൈമാറ്റം നടന്നപ്പോ അവള് കണ്ണുനീര് തുടച്ചു, ആലയത്തിൽ നിന്ന് എഴുന്നേറ്റു, സാക്ഷ്യം പറഞ്ഞു, പുരോഹിതനോട് പറഞ്ഞു, എന്റെ പ്രാർത്ഥനയുടെ മറുപടിയുമായി ഞാൻ ഉടനെ തന്നെ ഇങ്ങോട്ട് വരും കേട്ടോ.
ഞാൻ പറയുന്നത് മനസ്സിലാകുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ആത്മാവിൽ നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നിന്റെ ഉള്ളിലെ ഞരക്കം പോലും പരിശുദ്ധാത്മാവ് ദൈവസന്നിധിയിൽ എത്തിക്കുന്നുണ്ടെന്ന് നീ വിശ്വസിപ്പാൻ തയ്യാറായാൽ, ഇന്ന് രാത്രി തന്നെ സ്വർഗത്തിന്റെ ചില മറുപടികൾ നിന്റെ ജീവിതത്തിലോട്ട് ദൈവത്തിന്റെ ആത്മാവ് പകരുന്ന ദിവസമാണ് ഈ രാത്രി സമയമെന്ന ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന പറയുക. ഹല്ലേലൂയ, ആമേൻ. നിന്നെ മുഷിപ്പിക്കുന്ന, നിന്നെ സങ്കടപ്പെടുത്തുന്ന, നിന്റെ ഇവര് വേറൊരു പദം കൂടെ, ഈ ഹന്ന എപ്പ ചർച്ചിലോട്ട് പോകാൻ ഇറങ്ങിയാലും, എപ്പ കൂട്ടായ്മയ്ക്ക് പോകാൻ ഇറങ്ങിയാലും ആമേ സ്വത്രം ഈ സഹോദരിക്ക് ഒക്കത്തില്ല. ശ്രദ്ധിച്ചത്? മുഷിപ്പിക്കുന്നുണ്ട്, ദണ്ഡിപ്പിക്കുന്നുണ്ട്. ഏത് സമയത്താണെന്നറിയോ? ആലയത്തിലേക്ക് പോകുമ്പോ, ആരാധനയ്ക്കായി പോകുമ്പോ, ശുശ്രൂഷയ്ക്കായി പോകുമ്പോ പ്രശ്നം ഉണ്ടാക്കുക. എന്തിനാന്നറിയാവോ ദേവദാസനെ? ഇങ്ങനൊരു പ്രശ്നം ആമേൻ നിന്റെ ലൈഫിൽ കൊണ്ട് ഇടുന്നതിന്റെ കാരണം, നിന്റെ അകത്തളത്തിൽ ആമേൻ മുഷിവ് വന്നാൽ, നിന്റെ അകത്തെ മനുഷ്യനിൽ മുഷിവ് വന്നാൽ ആമേൻ നിന്റെ അകത്തു നിന്ന് ഒഴുകി പരക്കേണ്ട ജീവജലത്തിന്റെ നദികള് ബ്ലോക്കായി പോകും. മനസ്സിലായെങ്കിൽ ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഇന്ന് രാത്രി ശുശ്രൂഷ മുഖത്ത് നിൽക്കുന്നവർ ഒരു മാനുഷിക വാക്കുകൾക്ക് മുൻപിലും, ഒരു മുറിവേൽപ്പിക്കുന്ന വാക്കുകൾക്ക് മുൻപിലും, ഒരു അപമാനിക്കുന്ന വാക്കുകൾക്ക് മുൻപിലും മുഷിഞ്ഞു പോകരുത്, വേദനിച്ചു പോകരുത്, ദുഃഖിച്ചു പോകരുത്. പോയാൽ ദൈവിക ശുശ്രൂഷയ്ക്കകത്ത് പാമേൻ നടക്കേണ്ട ദൈവിക ശക്തിയുടെ പ്രകടനങ്ങൾ വേണ്ടവണ്ണം നടക്കാതെ പോകുമെന്ന് ഇന്ന് രാത്രികാലം ദൈവാത്മാവിൽ ആലോചന പറയുക. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 18-ന്റെ 3-ാം വാക്യം. ലൂക്കോസ് എഴുതിയ സുവിശേഷം 18-ാം അധ്യായം 3-ാം വാക്യം. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ അവന്റെ അടുക്കൽ ചെന്നു, എന്റെ പ്രതിയോഗിയോട് പ്രതിജ്ഞ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലം മനസ്സിലായിരുന്നു. പിന്നെ അവൻ, ദൈവത്തെ ഭയവും മനുഷ്യന് ശങ്കയുമില്ല എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. ഒരു 1-2 മിനിറ്റ് എന്നെ ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. സമയം പോയി, എനിക്കറിയാം, ഒത്തിരി സമയമായി, ഒത്തിരി ടയർഡായി. സ്തോത്രം. ഇതിനകത്ത് പിന്നെ ഇനി പാട്ട് പാടിക്കാനും എഴുന്നേപ്പിക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണേ, ഒന്ന് ശ്രദ്ധിക്കണം. ഇവിടുത്തെ വിഷയം, ഒരു പട്ടണത്തിൽ ഒരു വിധവയുണ്ടായിരുന്നു. അവൾ ആ ന്യായാധിപന്റെ അടുത്ത് ചെന്ന് അവളുടെ പ്രതിയോഗിയോട് പ്രതിക്രിയ നടത്തി രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. അവന് കുറെ കാലത്തേക്ക് മനസ്സിലായിരുന്നു. പിന്നെ അവൻ, എനിക്ക് ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ല, എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നൽകി രക്ഷിക്കും, ഇല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്നുള്ളുകൊണ്ട് പറഞ്ഞു. ഇന്ന് രാത്രി ഞാനത് ഇങ്ങനെ വ്യാഖ്യാനിക്കാം. നിന്നോട് അനീതി ചെയ്തവർ, നിന്റെ നന്മയെ തടഞ്ഞു വെച്ചവർ, നിന്റെ ന്യായത്തെ അട്ടിമറിച്ചവർ, നിന്റെ നന്മയെ തട്ടി ദൂരെ കളഞ്ഞവർ, നിനക്ക് അനുകൂലമായി ന്യായമായും നിൽക്കേണ്ടവരായിട്ടും എതിർപക്ഷത്തോട്, നിന്നെ വഞ്ചിച്ചവരോടും നിന്നെ ചതിച്ചവരോടും കൂട്ടുചേർന്ന് നിന്നെ പറ്റിച്ച, നിന്നെ വേട്ടയാടിയ, നിന്നെ ശൂന്യമാക്കി കളഞ്ഞ, അന്യായം ചെയ്ത ചില വ്യക്തി ജീവിതങ്ങളെ ഈ ദിവസങ്ങളിൽ അവരുടെ ഹൃദയത്തിന്റെ അകത്ത് അവർക്ക് ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ ശങ്കയില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു മഹാഭയം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിടാൻ പോവുക. കമോൺ. ഇന്ന് രാത്രി സ്തോത്രം, പൈശാചിക മണ്ഡലങ്ങളും മാനുഷിക മണ്ഡലങ്ങളും നിന്റെ നന്മ കവർന്നു കൊണ്ടുപോയി, നിന്റെ സമ്പത്ത് കവർന്നു കൊണ്ടുപോയി, നിന്റെ പണം കവർന്നു കൊണ്ടുപോയി, നിന്റെ സ്വത്ത് കവർന്നു കൊണ്ടുപോയി, നിന്റെ അധ്വാനം കവർന്നു കൊണ്ടുപോയി, നിന്റെ തലമുറയെ കവർന്നു കൊണ്ടുപോയി, നിന്റെ ശുശ്രൂഷയുടെ നല്ല നാളുകളെ കവർന്നുകൊണ്ട്, എന്തുവായിക്കൊള്ളട്ടെ നിന്നെ സഹായിക്കേണ്ടവർ മുഴുവൻ പുറംതിരിഞ്ഞു നിന്നു. നീ ഒറ്റപ്പെട്ട് സ്തോത്രം കരഞ്ഞ് നിലവിളിച്ചു നിന്നപ്പോ ആരും നിന്നോട് മനസ്സലിവല്ലാതെ നിന്ന
സാഹചര്യത്തിന്റെ അകത്ത്, നഷ്ടങ്ങളുടെ കൂമ്പാരത്തിന്റെ അകത്ത്, നഷ്ടങ്ങളുടെ ആഴങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി കിടന്ന് ഞരങ്ങുന്ന ദൈവത്തിന്റെ കുഞ്ഞെ, ഇന്ന് രാത്രി ദൈവം നിനക്ക് വേണ്ടി ഇടപെടുകയാ. പ്രതിയോഗി നിനക്ക് വരുത്തിയ നഷ്ടങ്ങൾ, പ്രതിയോഗി നിനക്ക് വരുത്തിയ നഷ്ടങ്ങൾ, പ്രതിയോഗി നിനക്ക് വരുത്തിയ നഷ്ടങ്ങൾ അത് ലാഭമായി മാറുന്ന ദൈവത്തിന്റെ പ്രവൃത്തി സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരും. Praise the Lord. അവിടുത്തെ ദൈവപ്രവൃത്തി കണ്ടോ? ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ശങ്കയില്ല. അവരല്ലേ ചതിവ് ചെയ്യുള്ളൂ. ചതിയും വഞ്ചനയും കാപട്യവും അവൻ കൊള്ളരുതായ്മയും ചെയ്യുന്നത് ആരാ? ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയില്ലാത്തവരാ. ആമേൻ. അങ്ങനെ നിന്നെ ചതിച്ച, അങ്ങനെ നിന്നെ വഞ്ചിച്ച, അങ്ങനെ നിന്നെ ശൂന്യമാക്കിയ ചില വ്യക്തി ജീവിതങ്ങൾ പലരും പല രീതിയിൽ ഇടപെട്ടിട്ടും നിന്റെ നന്മ തടുത്തിരിക്കുകയാ. പല രീതിയിൽ പലരും ഇടപെട്ടിട്ടും നിന്റെ നന്മ തടയപ്പെട്ടിരിക്കുക. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കത്തില്ലെന്ന് നിർബന്ധ ബുദ്ധിയോടെ, വാശിയോടെ, മസിൽ പിടിച്ചിരിക്കുന്ന ചിലരുടെ ഉള്ളത്തിന്റെ ഉള്ളിൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, നിലവിളിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം അവന്റെ ഉള്ളിൽ ഒരു മഹാഭയമിടും. ദൈവത്തെ ഭയമില്ലാത്തവൻ ഭയന്ന് ഉറയ്ക്കാൻ പോവാ. കമോൺ, ഇന്ന് രാത്രി ആത്മാവിലൊന്ന് ഉണർന്നേ. ദൈവത്തെ ഭയമില്ലാത്തവർ, നിനക്ക് വിരോധമായി നിൽക്കുന്ന, നിനക്കെതിരായി നിൽക്കുന്ന, നിന്റെ നന്മയെ തടഞ്ഞു നിൽക്കുന്ന, നിന്റെ ഉയർച്ചയെ തടഞ്ഞു നിൽക്കുന്ന, നിന്റെ സമാധാനത്തെ തടഞ്ഞു നിൽക്കുന്ന, നിന്റെ ജീവിതത്തിന് തന്നെ തടസ്സമായി നിൽക്കുന്ന ചില ശക്തരായ വ്യക്തികളുടെ ഉള്ളത്തോട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഇടപെടാൻ പോവാ. ജീസസ് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി അസാധാരണമായ ദൈവപ്രവർത്തികൾ, ദൈവമക്കളുടെ പ്രതിയോഗികളുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ വെളിപ്പെടട്ടെ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ചില വ്യക്തികളിൽ, ചില ഇടങ്ങളിൽ, ചില സ്ഥാപനങ്ങളിൽ, ചില കുടുംബങ്ങളിൽ ഒരു സ്ഫോടനം പോലെ വെളിപ്പെടട്ടെ. അവിടെ എഴുതിയിരിക്കുന്ന ഒരു പദം കണ്ടോ? ഞാൻ ഇനിയും ചെയ്തു കൊടുത്തില്ലെങ്കിൽ ആ സ്ത്രീ വന്ന് എന്റെ ചെകിട്ടത്തടിക്കുന്നു. ഹല്ലേലൂയ. നടക്കണ കാര്യമാണോ? അല്ല. ആ സ്ത്രീ ഒരിക്കലും അത് ചെയ്യല. അതിനുള്ള പ്രാപ്തി അവക്കില്ല. ആമേൻ. നിനക്ക് പ്രാപ്തിയില്ലെന്നും, നിനക്ക് കഴിവില്ലെന്നും, നിനക്ക് അവരെ ജയിക്കാൻ കഴിയില്ലെന്നും, നിനക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ കഴിയത്തില്ലെന്നും ആമേൻ ഉറച്ച് തീരുമാനിച്ചിട്ടാ അവർ നിനക്കെതിരെ നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. നിന്നെ കൊണ്ട് സാധിക്കാത്ത ഒരു കൂട്ടം നിനക്കെതിരെ ഇന്ന് രാത്രി നിൽക്കുമ്പോ, നിന്നെ കൊണ്ട് തകർക്കാൻ കഴിയാത്ത ഒരു കൂട്ടം, അവർ അധികാരത്തിലും പദവിയിലും സംവിധാനങ്ങളിലുമെല്ലാം നിന്നേക്കാൾ അധികം ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് നിനക്കൊന്ന് പ്രതികരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടെങ്കിലും ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം പറയുകയാ, അവരുടെ ഉള്ളിലെല്ലാം ഒരു മഹാഭയം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെട്ടു വരാൻ പോവുക. സ്വർഗത്തിൽ നിന്നൊരു മഹാഭയം നിന്റെ എതിരാളികൾക്ക് മുൻപിൽ, നിന്റെ പ്രതിയോഗികളുടെ ഉള്ളിൽ, ആമേ സ്തോത്രം, നിന്നെ ദണ്ഡിപ്പിച്ചവരുടെ ഉള്ളിൽ, ആമേ സ്തോത്രം, നിന്നെ പീഡിപ്പിച്ചവരുടെ ഉള്ളിൽ, നിന്റെ നന്മ തട്ടിക്കൊണ്ടുപോയവരുടെ ഉള്ളിൽ, നിന്റെ നന്മ കവർന്നുകൊണ്ടുപോയവരുടെ ഉള്ളിൽ ഒരു വലിയ ഭയം വീഴാൻ പോവാ. ജീസസ്. പ്രാർത്ഥിച്ചാട്ട പ്രിയരെ, വാ തുറന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് രാത്രി നിന്നെ ഞെരുക്കുന്ന, നിന്നെ ഒതുക്കുന്ന, നിന്നെ കവറുന്ന, നിന്നെ ശൂന്യാക്കുന്ന ആ വ്യക്തി ജീവിതങ്ങളുടെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ഭയം. ജീസസ്. ചിലർക്ക് പിള്ളളിയാ, ചിലർക്ക് പരിഹാസ, ചിലർക്ക് കളിയാക്കല. നിന്റെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോ അവൻ ആ സഹോദരിക്ക് അത് ചെയ്തു കൊടുക്കണ്ടേ, ആ സഹോദരൻ അത് ചെയ്യണ്ടേ, ഇത് ന്യായമല്ലല്ലോ എന്നൊക്കെ പലരും റിക്വസ്റ്റ് ചെയ്തിട്ടും അവൻ ഒരു പരിഹാസത്തിന്റെ, പുച്ഛത്തിന്റെ ഭാവമായി ചില വ്യക്തികൾ നിനക്കെതിരെ വിരിഞ്ഞ് നകളിച്ച് നിപ്പുണ്ട്. യെസ്, നിപ്പുണ്ട്. ഇന്ന് രാത്രി ആർക്കും കൂസാത്തവനെ ഇന്ന് രാത്രി നിനക്ക് വേണ്ടി ദൈവം അവനെ ഒടിച്ചു മടക്കി അവന്റെ അകത്തളത്തില്
അവന്റെ അകത്തളത്തില് ആമേൻ ഒരു ഭയവുമില്ലാതെ നകളിച്ച് അഹങ്കരിച്ച് ആമേൻ നുവർന്ന് നിൽക്കുന്നവനെ അവൻ ഭയം കൊണ്ട് നടുങ്ങുമാറാക്കുന്ന രാത്രിയാണ് ഈ രാത്രി എന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ കൈമാറുക. ഓ നിന്റെ നന്മ ഇനിയും തടുത്തു വച്ചാൽ അവൻ ഞാൻ തകർന്നു പോകുമെന്ന്, ഓ എനിക്ക് അവൻ സ്തോത്രം ഹല്ലേലൂയ വലിയ പ്രതിസന്ധി വരുമെന്ന് ചില വ്യക്തികളെ ദൈവാത്മാവ് ബോധ്യപ്പെടുത്തും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിനക്കൊന്നും ചെയ്യാൻ കഴിവില്ല, അവൻ നീ ഇതൊക്കെ സഹിച്ചങ്ങ് പൊക്കോളും, നീ ഒന്നും മിണ്ടാതങ്ങ് പൊക്കോളും, അവൻ ഇതെല്ലാം നമുക്ക് ലാഭമായല്ലോ എന്ന് തമ്മിൽ പറഞ്ഞ് ആമേ സ്തോത്രം ഹല്ലേലൂയ നിന്റെ നന്മ കൊണ്ട് സന്തോഷിക്കുന്ന ചിലരെ ഓ ഇന്ന് രാത്രി വിശ്വസിച്ചാട്ടെ പ്രിയരെ. ഐ നോ ആത്മാവിന്റെ ചലനങ്ങൾ എനിക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ആമേ സമയവും പോയല്ലോ. ഇന്ന് രാത്രി ഒറ്റ പദം ഞാൻ പറയാം. ആമേ സ്തോത്രം, ആരെയും പേടിയില്ലാത്തവനെ പേടിപ്പിക്കാൻ കഴിവുള്ളൊരു ദൈവം നിനക്കുണ്ട്. ഇന്ന് രാത്രി ആമേ സ്തോത്രം ദൈവത്തെ പേടിയില്ല, മനുഷ്യനെ ശങ്കയില്ല. നിന്റെ നന്മയും നിന്റെ ഉയർച്ചയും ആമേ സ്തോത്രം ഞാൻ കാണിച്ചു തരാടാ, ഞാൻ കാണിച്ചു തരാടി എന്നൊക്കെ പറഞ്ഞ് നിന്നെ വെല്ലുവിളിക്കുന്ന ചില മാനുഷിക ശക്തികൾക്കും ഇത് ഇന്ന് രാത്രി ദൈവം ഒരു ഭയമയക്കുകയാ, ആമേ സ്തോത്രം ഹല്ലേലൂയ. നിന്നെ പുച്ഛിച്ച, നിന്നെ പരിഹസിച്ച, നിന്നെ കാണുമ്പോ ആമേൻ കണ്ണിറക്കി ആമേ സ്തോത്രം ഹല്ലേലൂയ അങ്ങും ഇങ്ങും നോക്കി കളിയാക്കി ചിരിക്കുന്ന ചില വ്യക്തികളുടെ ജീവിതത്തിന്റെ അകത്ത് ഒരു മഹാഭയം നിന്റെ ദൈവം നിനക്ക് വേണ്ടി ഇടാൻ പോവുകയാ. ആരും ഓടിക്കാതെ ചിലത് നിന്റെ ജീവിതത്തിൽ നിന്ന് ഓടിപ്പോകുന്ന രാത്രിയാ. ആരും പേടിപ്പിക്കാതെ നിന്നെ ഉപദ്രവിച്ചവർ, നിന്നെ കവർന്നു കൊണ്ടുപോയവർ നടുങ്ങി വിറയ്ക്കുന്ന രാത്രികാലങ്ങൾ യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി ഇന്ന് വെളിപ്പെടുക. കിടന്നിട്ട് ഉറക്കം വരാത്ത, ഓ കഴിച്ചിട്ട് വിശപ്പ് മാറാത്ത, കുടിച്ചിട്ട് ദാഹം മാറാത്ത അവസ്ഥകൾ ദൈവം ചിലർക്ക് നിനക്ക് നീതിക്ക് വേണ്ടി ഇന്ന് രാത്രി ചെയ്യാൻ പോവുകയാ. നിന്റെ നീതി നടപ്പിൽ വരുത്തുവാൻ, നിന്റെ നന്മ വെളിപ്പെട്ടു വരുവാൻ, നിന്റെ ന്യായം നിനക്ക് കിട്ടാൻ, നിനക്ക് അർഹതപ്പെട്ടത് നിനക്ക് കിട്ടാൻ, നിന്റെ അവകാശവും നിന്റെ ഓഹരിയും നിനക്ക് കിട്ടാൻ ജീസസ് ദൈവം ചിലരെ സന്ദർശിക്കും. ദൈവം ചിലരെ ഒതുക്കും. ദൈവം ചിലരെ ഓടിച്ചു കളയും. ദൈവം ചിലരെ കരയുമാറാക്കും. ദൈവം ചിലരെ നുറുങ്ങുമാറാക്കും. ദൈവം ചിലരെ പേടിച്ച് നടുങ്ങുമാറാക്കും. ഹല്ലേലൂയ. കർത്തവരങ്ങളിലേക്ക് ഇന്ന് രാത്രി ഏൽപ്പിച്ചേ. വ്യക്തമായ ദൈവിക ആലോചനയാണെന്ന് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇന്ന് രാത്രി വിശ്വസിച്ച പ്രിയരെ, ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് നിന്റെ ജീവിതത്തിനകത്ത് മറക്കാൻ പറ്റാത്ത, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ പ്രതീക്ഷിക്കാത്ത, നിന്റെ ജീവിതത്തിൽ നീ നടക്കുമെന്ന് വിചാരിക്കാത്ത പല കാര്യങ്ങളും നടക്കുമെന്ന് പറഞ്ഞ് ആരംഭിച്ച് ഇന്ന് രാത്രി ഈ ദൈവിക ആലോചന ഞാൻ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാ. നിനക്ക് കിട്ടേണ്ടത് മുഴുവൻ നിന്റെ കരങ്ങളിൽ ദൈവം എത്തിക്കും. നിന്റേത് മുഴുവൻ നിന്റെ കൂടാരത്തിൽ ദൈവം എത്തിക്കും. നിന്റേത് മുഴുവൻ, നിനക്ക് അവകാശപ്പെട്ടത് മുഴുവൻ, നിന്റെ അവകാശം, നിന്റെ ഓഹരി, നിന്റെ നന്മ, നിന്റെ അധ്വാന ഫലം, നിന്റെ ഉദരഫലം, നിനക്കുള്ളതൊക്കെ നിന്റെ അണ്ടർ കസ്റ്റഡിയിൽ നിന്റെ ദൈവം വരുത്തുന്ന നാളുകൾ അവൻ യേശുവിൻ നാമത്തിൽ അത് വെളിപ്പെട്ടു വരിക. ഹല്ലേലൂയ. ആ കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒന്ന് സ്തോത്രം ചെയ്യാവോ? നിന്റെ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ പോകുകയാ. നിന്റെ ദൈവം നിന്റെ നീതിക്ക് വേണ്ടി ഇറങ്ങി വരുവാൻ പോകുകയാ. അവൻ ആരും ചോദിക്കാനില്ല. അവളെ ഉപദ്രവിച്ചാൽ, അവനെ ഉപദ്രവിച്ചാൽ, അവനെ വഞ്ചിച്ചാൽ, അവനെ പറ്റിച്ചാൽ, അവളെ ആമേ സ്തോത്രം ചതിച്ചാൽ ആരും ചോദിക്കാനില്ലെന്ന പലരും അങ്ങും ഇങ്ങും പറയുന്നേ. പക്ഷേ അവർ തിരിച്ചറിയാൻ പോകുകയാ, നിന്നെ ചതിച്ചാൽ, വഞ്ചിച്ചാൽ ചോദിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന്. ആമേ സ്തോത്രം ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് ആമേ സ്തോത്രം ചിലർ അറിയാൻ പോകുകയാ. ജീസസ് ഇന്ന് രാത്രി, ആമേൻ, ഇന്ന് രാത്രി ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ കരം നമുക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാ.
നമുക്ക് അനുകൂലമായി ചലിക്കാൻ പോകുകയാണ്. നമുക്ക് പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങാം. ഇന്ന് രാത്രി കേൾപ്പിച്ച എല്ലാ ദൈവിക ആലോചനകൾക്കുമായി ആമേ സ്തോത്രം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആമേൻ, ഹല്ലേലൂയ. നിന്റെ പ്രതിയോഗിയായ പിശാച് നീ ക്രിസ്തുവിനെ അറിഞ്ഞത് മുതൽ ഇന്ന് വരെ നിന്നെ പിന്തുടർന്നും ഒളിച്ചിരുന്നും മറഞ്ഞിരുന്നും പല വ്യക്തികളുടെ അകത്തിരുന്നും നിന്നെ ചതിച്ചും വഞ്ചിച്ചും ഒറ്റിയും വേദനിപ്പിച്ചും മുഷിപ്പിച്ചും ആമേൻ നിന്റെ നീതിയെയും ന്യായത്തെയും തടുത്തും നിന്റെ നന്മകളെ കവർന്നു കൊണ്ടുപോയി നിന്റെ കൂടാരത്തെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഒരു ദുഃഖഭവനവും വിലാപഭവനവും ഒക്കെ ആക്കി മാറ്റിയ ആ പ്രതിയോഗിയുടെ പ്രവർത്തനങ്ങളെ ഇന്ന് രാത്രി ആത്മാവിൽ അതിനെ ശ്വാസിച്ച് ജയത്തോടെ പുറത്തു വരുവാൻ ദൈവകുഞ്ഞുങ്ങളെ ദൈവാത്മാവിൽ ഞാൻ പ്രബോധിപ്പിക്കുകയാ. ഇന്ന് രാത്രി നീ പുറത്തു വരും. ഇന്ന് രാത്രി നീ പുറത്തു വരും. ഇന്ന് രാത്രി നീ പുറത്തു വരും. പ്രൈസ് ദി ലോർഡ്. കാരണം ദൈവം നിനക്കുണ്ട്. യഹോവ എന്റെ പക്ഷം. ഹല്ലേലൂയ. ഒരു വചനം കൂടെ വായിച്ച് നാം പ്രാർത്ഥിക്കുകയാണ്. യെശയ്യാ പ്രവചനം 50:8-9 വാക്യങ്ങളാ. എന്നെ നീതീകരിക്കുന്നവൻ സമീപത്തുണ്ട്, എന്നോട് വാദിക്കുന്നവൻ ആർ? നമുക്ക് തമ്മിലൊന്ന് നോക്കാം. എന്റെ പ്രതിയോഗി ആര്? ഇങ്ങ് വരട്ടെ. എന്തോ മനസ്സിലായോ? ഇന്ന് രാത്രി ഈ ആത്മീയ ശുശ്രൂഷ കഴിയുമ്പോ ഇന്ന് രാത്രി അകത്തളങ്ങളിൽ ഈ വചനത്തിന്റെ ബലം എത്ര പേരുടെ അകത്തുണ്ട്? എന്നെ നീതീകരിക്കുന്നവൻ, എന്നെ നീതീകരിക്കുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ, എനിക്ക് വേണ്ടി വാദിക്കുന്നവൻ, എന്നെ പോറ്റി പുലർത്തുന്നവൻ, എന്നെ സംരക്ഷിക്കുന്നവൻ എന്റെ തൊട്ട് സമീപമുണ്ട്. എന്നോട് വാദിക്കുന്നവരൊക്കെ വാ, അവൻ നമുക്ക് തമ്മിലൊന്ന് വാദിച്ചു നോക്കാം. എന്റെ പ്രതിയോഗി ആരാ? അവൻ ഇങ്ങ് വരട്ടെ. ഇന്ന് രാത്രി പ്രതിയോഗിയെ വെല്ലുവിളിക്കുന്ന, സാത്താന്യ മേഖലകളെ വെല്ലുവിളിക്കുന്ന, പിശാചിന്റെ പ്രവൃത്തികളെ ചവിട്ടിക്കെടുത്തുന്ന ഒരു ദൈവിക അധികാരം, ദൈവ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി ഇതിനകത്ത് ചലിക്കുക. കരങ്ങളെ ഉയർത്തി സ്വീകരിച്ചാട്ടെ, കരങ്ങളടിച്ച് സ്വീകരിച്ചാട്ടെ. നിന്റെ മേലൊരു അധികാരം. എന്തധികാരമാ? ഇത്രത്തോളം പ്രതിസന്ധി നിന്റെ ജീവിതത്തിലും കൂടാരത്തിലും നിനക്കുള്ളതിലും ആമേ സ്തോത്രം ഉണ്ടാക്കിയ ആ പ്രതിയോഗിയായ സാത്താനെയും അവന്റെ സൈന്യത്തെയും വെല്ലുവിളിച്ചു പരാജയപ്പെടുത്താനുള്ള ഒരു അധികാരവും അഭിഷേകവും ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ഇതിനകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു. എന്നെ കുറ്റം വിധിക്കുന്നവർ ആർ? അവരെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. ഇന്ന് രാത്രി യഹോവ നിനക്ക് തുണയുണ്ട്. യഹോവ നിനക്ക് അഭയമുണ്ട്. യഹോവ നിനക്ക് ആശ്രയമുണ്ട്. യഹോവ നിനക്ക് മറവിടമായുണ്ട്. യഹോവ നിനക്ക് പരിചയായുണ്ട്. യഹോവ നിനക്ക് പലകയായുണ്ട്. അവൻ നിന്നെ അവന്റെ ചിറകടിയിൽ മറച്ചുകൊള്ളും. ഇന്ന് രാത്രി നിനക്കെതിരെ നിൽക്കുന്ന, നിനക്കെതിരെ വാദിക്കുന്ന, നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന, നിനക്കെതിരെ പ്രവർത്തിക്കുന്ന ദൃശ്യവും അദൃശ്യവുമായ എല്ലാ മണ്ഡലങ്ങളിലെയും നിന്റെ പ്രതിയോഗിയെ ഇന്ന് രാത്രി ദൈവത്തിന്റെ നാമത്തിൽ അതിനെ ജീവിക്കുന്ന, അതിനെ ജയിക്കുന്ന ഒരു ദൈവകൃപ വിശ്വസിക്കുന്നവരിൽ സ്വർഗം പകർന്നുകൊണ്ടിരിക്കുകയാ. സ്തോത്രം. ആ ദൈവശക്തി ശരീരത്തിൽ തിരിച്ചറിയുന്നവർ ഇന്ന് രാത്രി ഉറച്ചൊന്ന് വിശ്വസിക്കണം. നിന്റെ ജയത്തിന്റെ ദിവസങ്ങളാ വരുന്നേ. ശത്രു കൊണ്ടുപോയത് മുഴുവൻ ശത്രു തിരികെ കൊണ്ടുവരും. ആമേ സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ വരെ പൈശാചിക മണ്ഡലങ്ങൾ നിന്നെ പിന്തുടർന്ന് വേദനിപ്പിച്ചെങ്കിൽ, പിന്തുടർന്ന് ശൂന്യമാക്കിയെങ്കിൽ, ഞാൻ ഒരൊറ്റ വാക്ക് ഇങ്ങനെ പറയാം: തീയിൽ തൊട്ടിട്ടെന്ന പോലെ നിന്നെ വിട്ടിട്ട്, നിനക്കുള്ളതിനെ വിട്ടിട്ട്, നിന്റെ തലമുറയെ വിട്ടിട്ട്, നിന്റെ അവകാശങ്ങളെ വിട്ടിട്ട്, നിന്റെ നന്മയെ വിട്ടിട്ട് സാത്താന്യ മണ്ഡലങ്ങൾ പിറകോട്ടോടുന്ന രാത്രിയാണ് ഈ രാത്രി. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നിന്നെ തൊടാൻ വരുമ്പോ അവൻ തീയിൽ തൊട്ടിട്ടെന്ന പോലെ സാത്താന്യ മണ്ഡലങ്ങൾ മടങ്ങിയോടും. റിസീവ് ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ദൈവിക അധികാരം സ്വീകരിക്കുക, ദൈവിക ശക്തി സ്വീകരിക്കുക, ദൈവിക അഭിഷേകം സ്വീകരിക്കുക. ഇന്ന് രാത്രി നിന്നിലൂടെ അത് സാധിക്കും. ഇന്ന് രാത്രി നിന്നിലൂടെ അത് സാധിക്കും. പ്രതിയോഗികൾ ദൃശ്യമണ്ഡലത്തിലും അദൃശ്യമണ്ഡലത്തിലും ഇരുന്ന് തോൽപ്പിച്ച് ഒരു മൂലയ്ക്ക് നിന്നെ ഇരുത്തിയെങ്കിലും അവൻ ഇന്ന് രാത്രി നിനക്ക് അനുകൂലമായി, നിനക്ക് സഹായമായി, നിന്നെ നീതീകരിക്കുന്ന ഒരു ദൈവം നിന്റെ സമീപമുണ്ട്. ആമേൻ.
ഇന്ന് രാത്രി അവൻ പ്രതിയോഗിയായവന്റെ സകല പ്രവൃത്തികളെയും കെടുത്തിക്കളയുന്ന ഒരധികാരം നിന്റെ മേൽ വ്യാപരിക്കുകയാ. ഒരു ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാ. ഒരു ദൈവകൃപ നിന്റെ മേൽ വ്യാപരിക്കുകയാ. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. വസ്ത്രം പോലെ പഴകിപ്പോകും, പുഴു അവരെ തിന്നുകളയും. നിന്നെ ചതിച്ചവരും നിന്നെ വഞ്ചിച്ചവരും നിന്നെ കവർന്നവരും നിനക്ക് കുതികാല് വെട്ടിയവരും നിനക്ക് കുഴിയൊരുക്കിയവരും, ആമേൻ, ഹാമാൻ, ആമേൻ, കഴുമരമൊരുക്കി കാത്തിരുന്നു. പക്ഷേ ആ കഴുമരത്തിൽ ഹാമാൻ തൂങ്ങിയാടിയതുപോലെ ചില പ്രവർത്തികൾ നിന്റെ ജീവിതത്തിൽ സ്വർഗം വെളിപ്പെടുത്തുക. ആമേൻ. അത്രയ്ക്ക് നീ സഹിച്ചു, അത്രയേറെ നീ സഹിച്ചു, അത്രയേറെ നീ കണ്ണീര് കുടിച്ചു. ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരികയാ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. ഇന്ന് രാത്രി നിന്റെ പ്രതിയോഗിയെ ജയിപ്പാൻ, നിന്റെ പ്രതിയോഗിയുടെ ബലത്തേക്കെടുത്താൻ, നിന്റെ പ്രതിയോഗിയുടെ തന്ത്രത്തെ പരാജയപ്പെടുത്താൻ, നിന്റെ പ്രതിയോഗിയെ ആവേശോത്രം പിന്തുടർന്ന് നിന്റെ നന്മകളെ അവൻ കൈവശമാക്കുവാൻ നിന്നെ അധികാരപ്പെടുത്തുന്ന, നിനക്ക് അഭിഷേകം തരുന്ന, നിനക്ക് ശക്തി തരുന്ന ഒരു ദൈവം ഇന്ന് രാത്രി നിന്റെ മേൽ വെളിപ്പെട്ടു വരിക. ആമേൻ, ഹല്ലേലൂയ. ഒരു വാക്ക് എന്നോട് ചേർന്ന് പറയാവോ? എന്റെ ദൈവത്താൽ ഞാൻ എന്റെ നന്മകളെ തിരികെ പിടിക്കും. എന്റെ ദൈവത്താൽ ഞാൻ എന്റെ നന്മകളെ തിരികെ പ്രാപിക്കും. എന്റെ ദൈവത്താൽ ഞാൻ എന്റെ ഓഹരിയെ തിരികെ പ്രാപിക്കും. എന്റെ ആമേൻ, ദൈവത്താൽ എനിക്ക് നഷ്ടമായതെല്ലാം ഞാൻ വീണ്ടുകൊള്ളും. എന്റെ ദൈവത്താൽ ആവേശോത്രം എനിക്ക് ശൂന്യമായി പോയത്, എന്നെ കവർന്നുകൊണ്ട് പോയതൊക്കെ ഞാൻ തിരികെ പ്രാപിക്കും. ആമേൻ. ഇവിടെ കൊണ്ട തരിക എന്ന് ചിലർ ഇന്ന് രാത്രി ആത്മാവിൽ കൽപ്പിക്കുന്നത് ദൈവാത്മാവിൽ എനിക്ക് കേൾക്കാം. ഈ പ്ലാറ്റ്ഫോമിനകത്ത് സാത്താന്യ മണ്ഡലങ്ങളോട്, പൈശാചിക ശക്തികളോട് ആത്മബലത്തോടെ ചിലർ ഇതിനകത്തിരുന്ന് ഇവിടെ കൊണ്ട് തരിക എന്ന് കൽപ്പിക്കുന്ന സ്വരം എന്റെ കാതുകളിൽ മുഴങ്ങുന്നു. അധികാരത്തിന്റെ ശബ്ദമാണെങ്കിൽ, അഭിഷേകത്തിന്റെ ശബ്ദമാണെങ്കിൽ, ദൈവകൃപയുടെ ശബ്ദമാണെങ്കിൽ അത് മടങ്ങി വരിക തന്നെ ചെയ്യും. ഇന്ന് രാത്രി പരിശുദ്ധ കരങ്ങളിൽ ആശ്രയിക്ക്. ദൈവം നിന്റെ സമീപേ ഉണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. പ്രതിയോഗിയുടെ എല്ലാ തന്ത്രങ്ങളെയും, അവന്റെ എല്ലാ പ്രവൃത്തികളെയും, അവന്റെ എല്ലാ കെട്ടുകളെയും, അവൻ ബന്ധിച്ച എല്ലാ ബന്ധനങ്ങളെയും, അവൻ കവർന്ന എല്ലാ കവർച്ച മുതലുകളും ഇന്ന് രാത്രി ആത്മാവിൽ നീ തിരികെ പ്രാപിക്കാൻ പോവാ. ഓ ജീസസ്, ഹല്ലേലൂയ. സാത്താൻ കൊണ്ടുപോയ നിന്റേതെല്ലാം, ഇൻക്ലൂഡ് യുവർ ഫാമിലി മെമ്പേഴ്സ്, യേശുവിന്റെ നാമത്തിൽ അവൻ നിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ, നിന്റെ ഫാമിലി മെമ്പേഴ്സ്, നിന്റെ രക്തം, നിന്റെ മാംസം, നിന്റെ സ്വന്തം ശത്രു നിന്നിൽ നിന്ന് പിടിച്ചു പറിച്ചുകൊണ്ട് പോയെങ്കിൽ ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ഇന്ന് രാത്രി നീ വിശ്വസിക്കുക. ആമേൻ. ആത്മാവിൽ നീ കൽപ്പിച്ചാൽ, ആത്മാവിൽ നീ പ്രാർത്ഥിച്ചാൽ മടക്കി തരിക എന്ന് ആത്മബലത്തോടെ കൽപ്പിച്ചാൽ അത് മടങ്ങി വരുന്നത് ഈ ദിവസങ്ങളിൽ കാണുവാനിടയായി തീരും. ആമേൻ. താനേ ചിലത് മടങ്ങി വരും, താനേ ചിലത് മടങ്ങി വരും, താനേ ചിലത് മടങ്ങി വരും, താനേ ചിലത് മടങ്ങി വരും. യേശുവിൻ നാമത്തിൽ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാ. പ്രൈസ് ഗോഡ്. ഞാൻ നിർത്തുക. കേട്ട വചനങ്ങൾ അതിസൂക്ഷ്മതയോടെ കരുതിക്കൊള്ളുക. കേട്ട വചനങ്ങളെ ഒരിക്കൽ കൂടി വായിച്ച് ധ്യാനിക്കുക. ആമേൻ, സ്തോത്രം. വായിച്ച വചനങ്ങളെ ഒരിക്കൽ കൂടി ശ്രദ്ധ വച്ച് വായിച്ച് ധ്യാനിച്ച് ദൈവിക ആലോചന പൂർണ്ണമായി അതിൽ നിന്ന് പ്രാപിക്കുക. ഈ ദിവസങ്ങളിൽ ഉപവാസത്തോടെ നിങ്ങൾ ആയിരിക്കുമ്പോൾ ആമേൻ, ഒരിക്കൽ കൂടി ദൈവം ഉറപ്പു തരിക. ആമേൻ. ദൈവത്തിന്റെ മഹത്വം ചിലർ കാണും, ദൈവത്തിന്റെ പ്രവൃത്തി ചിലർ കാണും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ വിശ്വസിക്കുന്ന ചിലർ ഇതിനകത്ത് കാണുമെന്ന് ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ ആലോചന പറഞ്ഞുകൊണ്ട് എന്റെ കണ്ണുകളെ അടച്ച് നമുക്ക് ഒരുമിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഒരു വാക്ക് പ്രാർത്ഥിക്കാം. നല്ലവനും വിശ്വസ്തനുമായ ദൈവമേ, ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട പ്ലാറ്റ്ഫോമിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളുമായി, ദൈവത്തിന്റെ അഭിഷിക്തന്മാരോടും ദൈവത്തിന്റെ അഭിഷിക്ത ദാസിമാരോടും ഒരുമിച്ച് ദൈവത്തിന്റെ വചനവുമായി ഇന്ന് രാത്രികാലം ഞങ്ങൾക്ക് ഒരുമിച്ചായിരിക്കാൻ സ്വർഗം സഹായിച്ചല്ലോ. ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് സംസാരിച്ചല്ലോ. വചനം പറയാൻ അടിയനെ ശക്തീകരിച്ച ദൈവകൃപയ്ക്കായി സ്തോത്രം. ക്രിസ്തുവിൽ മാന്യ സഹോദരിക്കായി സ്തോത്രം. ഹല്ലേലൂയ. ബീനാജി അഭിഷേക്
ദേശത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുക. ഈ ദിവസങ്ങളിൽ താൻ എടുക്കുന്ന എല്ലാ എഫർട്ടിനും ദൈവരാജ്യത്തിനും ദൈവകുഞ്ഞുങ്ങൾക്കും തന്നോടൊപ്പം നിൽക്കുന്ന ആമേൻ പ്രിയ ദൈവത്തിന്റെ മക്കൾക്ക് നന്മയും അനുഗ്രഹവും കാംക്ഷിച്ച് താൻ ആമേൻ ഏർപ്പെടുന്ന എല്ലാ ആത്മീയ ഉന്നമനത്തിന്റെ വിഷയങ്ങളെയും മീറ്റിങ്ങുകളെയും ഒക്കെ ഈ ദിവസങ്ങളിൽ സ്വർഗം ബ്ലസ് ചെയ്യണമേ. വിശേഷാൽ നാളെ മുതൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയ്ക്കായി സ്തോത്രം. ഈ 7 ദിവസത്തിന്റെ അകത്ത് വിശ്വസിക്കുന്നവർ, ആഗ്രഹിക്കുന്നവർ, പ്രതീക്ഷിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ആമേൻ സ്വർഗത്തിലെ എല്ലാം നിറവോളം നിറയുന്ന ദിനരാത്രങ്ങളാകട്ടെ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. ഒരിക്കൽ കൂടി ഈ പ്ലാറ്റ്ഫോമിനെ ഇതിലായിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാ. പ്രതിയോഗിയുടെ കരങ്ങളെ തകർത്ത് ദാവീദിനെ പോലെ സിംഹവും കരടിയും തട്ടിക്കൊണ്ടുപോയ ആമേൻ നന്മകളെ, ഓഹരികളെ, അവകാശങ്ങളെ, സിംഹത്തെയും കരടിയെയും കീറിക്കളഞ്ഞ് തിരികെ പ്രാപിച്ചതുപോലെ ഇതിനകത്ത് ചിലർ ഈ ദിവസങ്ങളിൽ അവരിൽ നിന്ന് ശത്രു കവർന്നു കൊണ്ടുപോയ, പിടിച്ചു പറിച്ചു കൊണ്ടുപോയ നന്മകൾ അഭിഷേകത്താൽ തിരികെ പ്രാപിക്കുന്ന ദിനങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അങ്ങനെ ചെയ്യും. ബലം കൊടുക്കും, ശക്തി കൊടുക്കും, അധികാരം കൊടുക്കും, എല്ലാ കൃപയും കൊടുക്കും. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ. എന്നെ ഈ മീറ്റിങ്ങിന് വിളിച്ച, എന്നോട് കൂടി ഇത്രയധികം നേരം സഹകരിച്ച, ദൈവവചനങ്ങൾ വായിച്ചു തന്ന, ആത്മാവിൽ ഒരുമിച്ച് ഈ രാത്രി ദൈവവചനത്തിലും ദൈവത്തിനും വേണ്ടി ആത്മാവിൽ പോരാടി ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി എല്ലാവർക്കും എന്റെ നന്ദിയും കടപ്പാട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.